ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ജോൺ ജോസഫ്, മറ്റ് വിശിഷ്ട അതിഥികളെ, സദസ്സിലും വേദിയിലുമുള്ള പ്രിയമുള്ളവരെ, ഇവിടെ ഇന്ന് നമ്മൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദൈക്ഷണിക സാന്നിധ്യമായിരുന്നു ശ്രീ കെ കെ കൊച്ചിൻ്റെ അനുസ്മരണ സമ്മേളനമാണ് നടത്തുന്നത്. ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് കൊച്ചേട്ടൻ തന്നെ നേതൃത്വം നൽകി, അല്ലെങ്കിൽ കൊച്ചേട്ടൻ തന്നെ പ്രത്യയശാസ്ത്ര അടിത്തറ ഉണ്ടാക്കിത്തന്ന ദലിത് വിദ്യാർത്ഥി ഏകോപന സമിതി, അത് ഒരു വർഷക്കാലത്തോളം കേരളത്തിലെ നിരവധിയായിട്ടുള്ള വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടും എസ്പെഷ്യലി ദലിത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടും നടന്നിട്ടുള്ള നിരവധിയായ പ്രക്ഷോഭങ്ങളിലൂടെയും മൂവ്മെൻറ്റുകളിലൂടെയും വികസിച്ചു വന്ന ദലിത് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായി മാറുകയാണ് ഉണ്ടായത്. ആ പഴയകാല ഏതാണ്ട് 35 വർഷത്തോളം മുമ്പിൽ വിദ്യാർത്ഥികളായിരുന്ന ആളുകളാണ് ഇന്ന് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. അജീഷിനെ പോലെയും കെ ഷാജി, സുനിൽ സി കുട്ടപ്പൻ, ഇങ്ങനെ ഉള്ള ആളുകളൊക്കെയാണ് മുൻകൈയെടുത്താണ് ഇത് നടത്തുന്നത്. നമുക്ക് കേരളത്തിൻ്റെ വൈജ്ഞാനിക മേഖലയിൽ, സാമൂഹിക മണ്ഡലത്തിൽ, രാഷ്ട്രീയ മേഖലയിൽ ഒക്കെ നിരവധിയായ പകരം വയ്ക്കാനില്ലാത്ത സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളാണ് ശ്രീ കെ കെ കൊച്ച്. ഞാൻ ഇപ്പോൾ വ്യക്തിപരമായി കെ കെ കൊച്ചുമായിട്ടുള്ള ഒരു അടുപ്പം എന്ന് പറയുന്നത് 1987-88 കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്. ഞാനന്ന് മഹാരാജ് കോളേജിലെ വിദ്യാർത്ഥിയാണ്. എൻ്റെ ഹോസ്റ്റൽ റൂമിലാണ് കൊച്ചേട്ടൻ സ്ഥിരമായി താമസിക്കുകയും എഴുത്തും പത്രങ്ങൾക്ക് കൊടുക്കാനുള്ള പ്രസ്താവനകളും അതുപോലെ തന്നെ മാഗസിനുകൾക്ക് വേണ്ടിയുള്ള ലേഖനങ്ങളും മുതലായ കാര്യങ്ങളൊക്കെ എഴുതുന്നത് നമ്മുടെ സാന്നിധ്യത്തിലും, അതിനെ വായിച്ച് അതിൻ്റെ തെറ്റുകൾ തിരുത്തി നല്ല കൈയക്ഷരത്തിൽ എഴുതാൻ ഒക്കെ പറഞ്ഞിട്ട് എപ്പോഴും എന്നെയാണ് ഏൽപ്പിക്കുക. ഞങ്ങൾ 2 മണി 3 മണി വരെയൊക്കെയാണ് ഈ ചർച്ചകളുണ്ടാകുക. ആ സമയത്ത് നിരവധിയായിട്ടുള്ള ആളുകൾ, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, കവി എ.അയ്യപ്പൻ, അങ്ങനെ കുരിപ്പുഴ ശ്രീകുമാർ അടക്കമുള്ള ആളുകളൊക്കെ എൻ്റെ റൂമിൽ വന്ന് കൊച്ചേട്ടനുമായിട്ട് സംസാരവും സംവാദവും ഒക്കെ നടത്തി പിരിയുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. അക്കാലഘട്ടത്തിലാണ് ആദ്യം ദലിത് ഏകോപന സമിതിയും പിന്നീട് ദലിത് വിദ്യാർത്ഥി ഏകോപന സമിതിയും, പിന്നെ അതിൻ്റെ ഒരു സ്വാഭാവിക പരിണാമം എന്ന നിലയ്ക്ക് DSM-ഉം ദലിത് സ്റ്റുഡൻസ് മൂവ്മെൻറ്റും ഒക്കെ രൂപീകൃതമാകുന്നത്. അന്ന് ദിശാബോധം ലഭിച്ച, അല്ലെങ്കിൽ അന്ന് സംഘടനാ രംഗത്ത് പ്രായോഗിക പരിജ്ഞാനം എല്ലാവർക്കും നൽകുന്ന വിധത്തിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുകയും മുമ്പിൽ നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കൊച്ചേട്ടനായിരുന്നു. കൊച്ചേട്ടൻ, പി ശശികുമാർ, PN സുകുമാരൻ, പ്രിയപ്പെട്ട ജോൺ ജോസഫ്, സണ്ണിയം കപ്പിക്കാട്, PC ഉഷ, അങ്ങനെയൊക്കെയുള്ള നേതൃത്വങ്ങളാണ് അന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയൊക്കെയും നയിച്ചുകൊണ്ടിരുന്നത്. അന്ന് കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു സമരം CT സുകുമാരൻ IAS-ൻ്റെ കൊലപാതകം CBI അന്വേഷിക്കുക എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യത്തിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും അതുപോലെ തന്നെ സാമുദായിക സംഘടനകളുമൊക്കെ മുൻകൈയിൽ നടന്നിട്ടുള്ളൊരു സമരമായിരുന്നു. ആ സമരത്തിൻ്റെ കുന്തമുന എന്ന് പറയുന്നത് എറണാകുളം പട്ടണം തന്നെയായിരുന്നു. അതിൽ ഏറ്റവും മുൻപിൽ നിന്നത്, അതിൻ്റെ ഏറ്റവും മുന്നണി പോരാളികളായി നിന്നിരുന്നത് വിദ്യാർത്ഥികളായിരുന്നു. അതും ഞങ്ങളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഇവിടുത്തെ MG റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് പോലുള്ള സമര പരിപാടികളിലേക്കൊക്കെ എത്തിച്ചേരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിനൊക്കെ തന്നെ വേണ്ട നിർദ്ദേശങ്ങളും അതിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു ദൈക്ഷണിക സാന്നിധ്യവുമായി നിലകൊണ്ടത് കൊച്ചേട്ടനായിരുന്നു. അങ്ങനെ അക്കാലഘട്ടത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ ലഭിച്ച ഒരു
വൈജ്ഞാനിക അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഒരു വലിയ വിദ്യാർത്ഥി സമൂഹം അതിനുശേഷം ഉയർന്നു വരികയും ശ്രീ എം പി മനോജ് ആണെങ്കിലും ശ്രീ എ കെ വാസു തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ഈ ദലിത് സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ ചർച്ചകളുടെ മേഖലയിലേക്ക് വളർന്നു വരുന്നത്. ആ കാലഘട്ടം അത്തരത്തിൽ വലിയ തോതിൽ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും വലിയ ദിശാബോധം നൽകുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. അതിനെല്ലാം തന്നെ കാരണമായി, അതിൻ്റെ ഊർജമായി, അതിൻ്റെ ചൂണ്ടുപലകയായി ഒക്കെ വർദ്ധിച്ചിട്ടുള്ളത് കൊച്ചേട്ടനായിരുന്നു. അങ്ങനെ കൊച്ചേട്ടനെ അനുസ്മരിക്കുന്ന ഈ സമ്മേളനത്തിൽ നമുക്കിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ അധ്യക്ഷം വഹിക്കുന്ന ശ്രീ ജോൺ ജോസഫ്, പിന്നെ ജയചന്ദ്രൻ സാറ്, സണ്ണി എം കബിക്കാട്, ഒപ്പം തന്നെ സുദേശം രഘു, വാസു, പിന്നെ എത്താൻ സമ്മതിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് പി കെ ശാന്തമ്മ, വിനീത വരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ, വിനീതയുടെ അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരാമെന്ന് വിചാരിച്ചത്. അങ്ങനെ എത്തിയിട്ടുള്ള മുഴുവൻ വിശിഷ്ട അതിഥികൾക്കും ഒപ്പം തന്നെ വേദിയിലുള്ള സദസ്സിലുള്ള എല്ലാ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്കും സംഘാടകരുടെ പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒറ്റവാക്കിൽ ആശംസിക്കുന്നു. നന്ദി. പ്രിയമുള്ളവരെ, കൊച്ചേട്ടൻ വിടങ്ങാട്ട് 11 ദിവസം തികയാണ്. ഈ സന്ദർഭത്തിലാണ് കൊച്ചേൻ്റെ ഒരു പ്രധാന പ്രവർത്തന മേഖലയായിരുന്ന എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ പഴയ വിദ്യാർത്ഥികളും, ഇപ്പോൾ അവരൊക്കെ ഞാൻ ആദ്യമേ സൂചിച്ചുള്ള 7 ആൾക്കാരാണ്, സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊച്ചേൻ്റെ കൂടെ കുറേ വർഷങ്ങൾ സന്തത സഹചാരിയായിട്ട് നടന്നൊരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങളെങ്ങനെ കൊച്ചേട്ടനെ വിലയിരുത്തുന്നു ചോദിച്ചാൽ, നമ്മളന്ന് പലരും പത്രമാധ്യമങ്ങളിലും മാസികളിലൊക്കെ പല അഭിപ്രായങ്ങൾ അദ്ദേഹത്തെ പറ്റി, പുതിയ അംബേദ്കറൈറ്റ്, അതുപോലെ തന്നെ പുതിയ നവീന ചിന്തകൻ, ഇടതുപക്ഷത്തിന് ബദൽ ധാരയുണ്ടാക്കിയ വ്യക്തി എന്നൊക്കെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ ഞാൻ അദ്ദേഹത്തെ പറ്റി പറയുന്നത്, ഇന്ന് കേരളം കണ്ട ഒരു സ്വതന്ത്ര ബുദ്ധിജീവിയാണ് അദ്ദേഹം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടെയും സമാന്തരമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിച്ചു, സംഘടനകളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അവസാന കാലഘട്ടത്ത് അദ്ദേഹം കേരളത്തിൽ അങ്ങനെ അനുകരണീയമായ ഒരു വലിയൊരു മാതൃകയിലേക്കാണ് എത്തിച്ചേർന്നത്. അത് വന്നത് തന്നെ വലിയൊരു ധാരയിൽ നിന്ന്, പ്രത്യേകിച്ചും സഹോദരൻ അയ്യപ്പനിൽ തുടങ്ങി എൻ ഗോവിന്ദൻ, അതുപോലെ സി ജെ തോമസ്, അതുപോലെ തന്നെ പി കെ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആദ്യകാലത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ആയിരുന്നിട്ട് പിന്നെ അവസാന കാലഘട്ടത്ത് അവർ സ്വതന്ത്രമായൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും പ്രത്യേകിച്ചൊരു സംഘടനയെ ചേരാതെ രൂപീകരിക്കാതെ സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും എല്ലാ പാർട്ടികളെയും, അത് ഇടതെന്നോ വലതെന്നോ ഭേദമില്ല, എല്ലാത്തിലും തിരുത്തൽ നടത്താൻ വേണ്ടിയുള്ളൊരു ആശയം മുന്നോട്ട് വെച്ച്, നമുക്കറിയാം കൊച്ചേട്ടൻ മരിച്ചപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അദ്ദേഹത്തിൻ്റെ ഇതിന് അനുശോചനം അർപ്പിക്കാൻ എത്തിച്ചേർന്നു. പ്രത്യേകിച്ച് അത് എത്തിച്ചേർന്ന വ്യക്തികളായിട്ടാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒന്നും ഭാഗമായിരുന്നില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അന്ധമായിട്ട് അദ്ദേഹം പിന്തുണച്ചുമില്ല, എതിർത്തിട്ടുമില്ല. പക്ഷേ അതിൽ വ്യക്തികൾ, ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം പെടുന്ന വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ പിന്തുടരാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്, അദ്ദേഹത്തെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ രീതിയിൽ കേരളത്തിൽ പി കെ ബാലകൃഷ്ണന് ശേഷം ആ രീതിയിൽ എഴുതുകയും, ബാലകൃഷ്ണൻ്റെ എഴുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൽ ശക്തമായ എഴുത്തും അതുപോലെ തന്നെ ചിന്തയും കാഴ്ചവെച്ച ബാലകൃഷ്ണന് ശേഷം വന്ന ഒരു സ്വതന്ത്ര ബുദ്ധിജീവിയാണ് അദ്ദേഹത്തെ ഞാൻ വിലയിരുത്തുന്നത് വ്യക്തിപരമായിട്ട്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്, ആത്മകഥയൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ സംഭാവന നിലയിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് 2 ലേഖനങ്ങളും ഒരു പുസ്തകം മാത്രമാണ്. മറ്റൊന്നും വില കുറച്ച് കാണുകയല്ല. പക്ഷേ അദ്ദേഹം വീണ്ടും പുതിയ തലമുറ, അടുത്ത തലമുറ അന്വേഷിക്കുകയും ഗഹനമായി പഠിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്ന ലേഖനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് ചാതുർവർണ്ണയത്തിൻ്റെ രാഷ്ട്രീയ പാഠം എന്നുള്ള ബുദ്ധനിലേക്കുള്ള ദൂരം എന്ന പുസ്തകത്തിലെ ലേഖനം പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയാണ്. അതിൻ്റെ BC 5000 മുതലുള്ള ചരിത്രം, ഏതാണ്ട് ആധുനിക കാലഘട്ടം വരെയുള്ള ചരിത്രം. ആദ്യത്തെ ലേഖനത്തിൽ അത്രയും ഇല്ല എങ്കിലും രണ്ടാമത് അദ്ദേഹം അതിനോട് ചേർന്ന് എഴുതിയ ബുദ്ധനിലേക്കുള്ള ദൂരം എന്ന ലേഖനത്തിൽ ഈ ആധുനിക ജനാധിപത്യ രാഷ്ട്രീയം വരെ, ഏറ്റവും പുതിയ രാഷ്ട്രീയം വരെ ബന്ധപ്പെടുന്ന BC 5000 മുതൽ ഈ ആധുനിക കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയം വരെ ബന്ധപ്പെടുന്ന 2 ഗഹനമായ ലേഖനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഓസ്യത്തിൻ്റെ രീതിയിൽ, അദ്ദേഹത്തിൻ്റെ പുതിയ തലമുറ അന്വേഷിക്കുന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും വീണ്ടും അന്വേഷിക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം അത് ഇപ്പം സൂചിപ്പിച്ച ഇന്ത്യയുടെ ചരിത്രമാണെങ്കിൽ, രണ്ടാമത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട അദ്ദേഹം എഴുതിയ ഗഹനമായ പുസ്തകം കേരള ചരിത്രവും സമൂഹവും രൂപീകരണം എന്നുള്ളത്. അദ്ദേഹം
അതും BC ഒരു 4000 തൊട്ട് ഏതാണ്ട് 12-ാം നൂറ്റാണ്ട് 12-ാം നൂറ്റാണ്ടിന് ശേഷം അദ്ദേഹം ചരിത്രം എഴുതിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞ് എന്നെ കൊണ്ട് മതിയായി മടുത്തു, ഇനി നിങ്ങളാരെങ്കിലുമൊക്കെ അന്വേഷിക്കും, പുതിയ തലമുറ അന്വേഷിക്കട്ടെ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. ഈ പുസ്തകവും ഈ 2 ലേഖനങ്ങളിലൂടെയാണ് അദ്ദേഹം വീണ്ടും പുതിയ ഈ ആധുനിക സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. വീണ്ടും അതേ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ച പുതിയ കാര്യങ്ങൾ അംബേദ്കറെ വരെ തിരുത്തിക്കൊണ്ട്, അന്ന് ആദ്യ കാലഘട്ടത്തിൽ എഴുതുമ്പോൾ അംബേദ്കറിൻ്റെ ബുക്കുകളൊന്നും ലഭ്യമായിരുന്നില്ല. ആകെ 2-3 പുസ്തകങ്ങളാണ് അംബേദ്കറിൻ്റെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. അസ്പൃശ്യരും മറ്റേ ശൂദ്രൻ ആരായിരുന്നു, പിന്നെ അല്ലെങ്കിൽ ജാതി നിർമ്മൂലനമുള്ള 1-2-3 ബുക്കുകൾ ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് പുതിയ ബുക്കുകളൊക്കെ പ്രസിദ്ധീകരിച്ചു. അംബേദ്കറിൻ്റെ മുഴുവൻ വോളിയംസും പ്രസിദ്ധീകരിച്ച് അത് മുഴുവൻ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും അദ്ദേഹം ആ രീതിയിൽ സംബന്ധിച്ച പഠനം നടത്തിയിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയ ഈ ഇന്ത്യ ചരിത്രവും കേരള ചരിത്രവുമാണ് അദ്ദേഹത്തിന് ബാക്കിയായി നമ്മുടെ സമൂഹത്തിന് അത് ഏറ്റവും ഗഹനമായ ഗവേഷണ വിഷയങ്ങൾ. അത് പുതിയ തലമുറ പിന്തുടരും. നമുക്കതിനെ സംബന്ധിച്ച് നമ്മളും വീണ്ടും അതിനെപ്പറ്റി ചർച്ച ചെയ്യണം. ഇന്നത്തെ കൂടിച്ചേരൽ അതിനുള്ള ഇതായിട്ട് അനുസ്മരണം ആ രീതിയിൽ സാർത്ഥമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എളിവാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആദ്യമേ പ്രഭാഷണം നടന്നതിന് വേണ്ടി നമ്മുടെ കൊച്ചേട്ടൻ്റെ പിൻഗാമി എന്നൊക്കെ നമ്മൾ തമാശയോറും പറയുന്ന പ്രിയപ്പെട്ട സണ്ണിയൻ കവിക്കാരനെ ക്ഷണിക്കുന്നു. ഒരു നിമിഷം, നമ്മുടെ പ്രിയപ്പെട്ട ജയേന്ദ്രൻ ചേട്ടൻ, കൊച്ചേട്ടൻ്റെ എറണാകുളം ടൗണിലൊരു അത്താണിയായിരുന്നു. CACC ജയേന്ദ്രൻ ചേട്ടനും ചേട്ടനൊരു അർജുൻ്റെ ഒരു പരിപാടിക്ക് പോകാറുണ്ട്. അതുകൊണ്ട് ജയേന്ദ്രൻ സന്നിജന്റെ പ്രശ്നം കേട്ടിട്ട് ജയേന്ദ്രനും പോകുന്നു. സന്നിജനെ അതിലോറും ക്ഷണിക്കുന്നു. ഈ അനുസ്മരണ യോഗത്തിൻ്റെ അധ്യക്ഷൻ കൊച്ചേട്ടൻ്റെ ദീർഘകാല സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന ജോൺ ജോസഫ്, ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരും തന്നെ പ്രമുഖരായ വ്യക്തികളാണ്. മാത്രവുമല്ല, KK കൊച്ചുമായി ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇടപഴകുകയോ സഹകരിക്കുകയോ നിസ്സഹകരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും. KK കൊച്ചിനെ മുഖാമുഖം പരിചയമുള്ളവരാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കൊച്ചേട്ടൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന സംഭാഷണങ്ങൾ പലതും നമ്മളറിയാതെ തന്നെ കൊച്ചേട്ടനോടുള്ള നമ്മളുടെ വൈകാരിക ബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക സംഗതികളുമൊക്കെ കൂടിക്കുഴഞ്ഞ് ഒരു പ്രത്യേക രൂപത്തിലാണ് നമ്മുടെ വാക്കുകളും എഴുത്തുകളുമെല്ലാം പ്രത്യക്ഷപ്പെടുന്നത്. ഒരുപക്ഷെ KK കൊച്ച് കേരളത്തിൻ്റെ ദൈക്ഷണിക ലോകത്ത് അടയാളപ്പെടുന്ന വിലയിരുത്തലുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ വളരെ പെട്ടെന്ന് പറയുന്നത് പോലെ ഒരു കാര്യമല്ല. എനിക്കൊരു 83 മുതൽ വ്യക്തിപരമായി വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടിയായിരുന്നു KK കൊച്ച്. ഒരുപക്ഷെ എൻ്റെ സാമൂഹിക ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ സംഭാവനകൾ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങളിൻ്റെ കൂടെ നിന്നുള്ള അനുഭവങ്ങളിൽ നിന്നുമാണ്. മറ്റ് വ്യക്തികളെ എനിക്ക് അത്രമേൽ ചൂണ്ടിക്കാണിക്കാൻ എൻ്റെ ജീവിതത്തിലില്ല. പക്ഷേ പഴയ KSSAക്കാരുടെയൊക്കെ കാലം മുതൽ ആരംഭിക്കുന്ന ആ ഒരു ജീവിതത്തെ അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിക്കുന്നത് CDN സർവീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. കൊച്ചേട്ടനും ജോൺ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലൊരു സ്വതന്ത്ര ബുദ്ധിജീവി എന്ന നിലക്ക്, ഒരു ബൗദ്ധിക വ്യാപാരത്തിൽ ഇടപെടുന്ന ആളെന്ന നിലക്ക്, ഒരു ജ്ഞാനരൂപീകരണത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്ന നിലക്ക് കേരളം മനസ്സിലാക്കുന്നത് അദ്ദേഹം CDN സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തകനായതിന് ശേഷമാണ്. അതിനു മുൻപുള്ള കാലത്തും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നെങ്കിലും അതങ്ങനെ അടയാളപ്പെട്ടിട്ടില്ല. വ്യക്തിപരമായൊരു കാര്യം എനിക്ക് ഈ സദസ്സിൽ പറയേണ്ടതുണ്ട്. കൊച്ചേട്ടൻ്റെ ജീവിതത്തിൽ 83 മുതൽ ഇടപെടുമ്പോൾ ഒട്ടും
പ്രശസ്തനല്ലാത്ത, കേരളം ഒട്ടും ആദരിക്കാത്ത, എന്നാൽ ദൈക്ഷണികമായി വളരെയേറെ പണിയെടുക്കുന്ന, ഇത്രയും ഭീകരമായി വായിക്കുകയും ഓർമ്മകൾ സൂക്ഷിക്കുകയും അവസരോചിതമായി അത് വീണ്ടെടുക്കുകയും ചെയ്യുന്ന വ്യക്തികൾ, ഇത്തരം തലച്ചോറുകൾ വളരെ കുറവാണ്. പക്ഷെ അപ്പോഴും തികഞ്ഞ അവഗണനയിലൂടെയാണ് ദീർഘകാലം കെ കൊച്ചിൻ്റെ ജീവിതം കടന്നു വന്നത്. അത്തരൊരു ഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അനുയായികളായി, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായി കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ അടുപ്പം വളരെ പ്രധാനമായിരുന്നു ഞങ്ങൾക്കിടയിലുള്ള. എനിക്കും കെ കൊച്ചിനും മാത്രമല്ല, ആ ഘട്ടത്തിൽ ഇടപെട്ട ജോണ്, സുനിൽ, അങ്ങനെ നിരവധി പേർ ഈ വേദിയിൽ തന്നെയുണ്ട്. വ്യക്തിപരമായി വലിയ അടുപ്പം സൃഷ്ടിച്ചവർ. ജീവിതത്തിൽ വളരെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരാളാണ്. ഒരുപക്ഷെ ഞാൻ കണ്ടിട്ടുള്ള മറ്റു മനുഷ്യരുമായി കമ്പയർ ചെയ്യുമ്പോൾ മറ്റാരാണെങ്കിലും സാമൂഹിക ജീവിതം ഉപേക്ഷിച്ച് പോകുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനത് കഴിയുമായിരുന്നില്ല. ഒരിക്കൽ വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്ക്, ജോണാണ് എൻ്റെ കൂടെയുള്ളത്, ഞാനും ജോണും ചെല്ലുമ്പോൾ അപ്പോൾ എനിക്ക് കയ്യിലുള്ളതൊരു ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് പറയും, പ്രത്യശാസ്ത്രം മാത്രമാണ് എന്ന് പറയുന്ന വാക്ക് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറന്നിട്ടില്ല. അങ്ങനെ വിജ്ഞാനത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തി എന്ന നിലക്കാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആരൊക്കെ പിരിഞ്ഞു പോകുന്നു, ആരൊക്കെ കൂടെ ഉണ്ടാകും, ഇതൊന്നും കെ കൊച്ചിനെ സംബന്ധിച്ച് ബാധകമായ കാര്യമായിരുന്നില്ല. ആര് പോയാലും അദ്ദേഹത്തെ അത് ബാധിക്കില്ല. കാരണം അദ്ദേഹം സ്വയം ഒരു ജ്ഞാനാന്വേഷിയുടെ പദവി സ്വയം ഏറ്റെടുത്തൊരാളായി. അങ്ങനെ വ്യക്തിപരമായി വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ എന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് കെ കൊച്ചിൻ്റെ മരണം. ഒരു വ്യക്തി എന്ന നിലക്ക് കെ കൊച്ചൊരു മഹാദൗത്യം നിറവേറ്റി കടന്നുപോയ ഒരാളാണ്. കൊച്ചേട്ടൻ്റെ അസുഖം മൂർച്ഛിക്കുന്നു. മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഞാൻ കോട്ടയം മെഡിക്കലിന് അടുത്താണ് താമസിക്കുന്നത്, കാണുന്നു. ഒരു ദിവസം കാണാൻ ചെല്ലുന്നു, ഞാനും ജോണും സുനിലും കൂടിയാണ് ചെല്ലുന്നത്. അപ്പോൾ ഞാൻ പാദത്തിൻ്റെ അവിടെ നിൽക്കുക. അപ്പോൾ കൊച്ചേട്ടൻ എന്നെ മനസ്സിലായില്ല. ആരാണെന്ന് ചോദിച്ചപ്പോൾ സുനിൽ പറഞ്ഞു സണ്ണിയാണ്. സണ്ണിയ വർത്താനമൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പിന്നെ ഞാൻ കൊച്ചേട്ടനെ കാണാൻ ചെല്ലുമ്പോൾ ജയസൂര്യൻ്റെ വൈഫ് ചാന്ദിനി പറയുന്ന കാര്യം, കൊച്ചേട്ടൻ ചാച്ച പറഞ്ഞത്രേ സണ്ണിമാമൻ വന്നിട്ട് മനസ്സിലായില്ല എന്നൊരു ഖേദ രൂപത്തിൽ പറഞ്ഞു എന്ന്. എന്നെ വല്ലാതെ ഉലച്ച ഒരു കാര്യമായിരുന്നു. മാത്രമല്ല, എനിക്ക് 61 വയസ്സായി. ഞാനൊരു മരണവും നേരിട്ട് കണ്ടിട്ടില്ല. ജീവിതത്തിൽ ആദ്യം ഒരു മരണം നേരിട്ട് കാണുന്നത് കെ കൊച്ചിൻ്റേതാണ്. തലേദിവസം ഞാൻ പോയി കാണുന്നുണ്ട്, വഷളാണ് കാര്യങ്ങളെന്ന് ബോധ്യപ്പെടുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ബാബുരാജിനെ, കെ ബാബുരാജിനെ വിളിക്കുന്നു. ബാബുരാജ് പറയുന്നു ഓക്സിജൻ കൊടുത്ത് ഇട്ടിരിക്കുകയാണ്, പ്രശ്നമാണ്. ഒട്ടും താമസിക്കാതെ ഞാൻ ഒരുങ്ങി അവിടെ എത്തുന്നു. ഞാൻ ചെന്ന് 2 മിനിറ്റിനകം കൊച്ചേട്ടൻ മരിക്കുന്നു. എന്നെ വല്ലാതെ ഉലച്ചൊരു കാര്യമാണത്. ഇറങ്ങി വരുമ്പോൾ സൂര്യനയന, കൊച്ചേട്ടൻ്റെ മൂത്ത മകൾ, സണ്ണിമാമനെ കാണാൻ വേണ്ടി കാത്തുകിടുന്ന പോലെയാണല്ലോ എന്ന് പറഞ്ഞതോടെ അക്ഷരാർത്ഥത്തിൽ പിന്നീട് ഞാൻ കെ കൊച്ചിൻ്റെ മൃതശരീരം കണ്ടിട്ടില്ല. എനിക്ക് കാണാൻ കഴിയില്ല. അത്രമേൽ വൈകാരികമായ ഒരു വിക്ഷോഭം എൻ്റെ ഉള്ളിൽ അതുണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു മാനസിക നിലയിൽ ഞാൻ പറയുന്നത്, അതാണ് ഞാൻ അഡ്വാൻസായിട്ട് ഞാൻ പറയുന്നത് മറ്റുള്ളവർ കെ കൊച്ചുമായിട്ട് വ്യക്തിബന്ധമുള്ളവർ പറയുന്നത് പലപ്പോഴും അത് പൂർണ്ണമായിരിക്കാൻ വഴിയില്ല എന്നൊരാശങ്കയിൽ ഇത് ഞാൻ അത് വ്യക്തിപരമായ കാര്യം ഇത് വിട്ടേക്കുക. നമ്മുടെ ഇതുപോലെ ഒരു സുഹൃത്ത് കൂട്ടായ്മ, ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരെയും വ്യക്തിപരമായി തന്നെ അറിയാവുന്നത് കൊണ്ടാണ് ഈ അനുഭവം നിങ്ങളോട് പങ്കുവച്ചത്. കെ കൊച്ചിനെ ആദ്യകാലത്തെ നക്സലൈറ്റ് ബാന്ധവത്തിലൂടെ നടന്ന കുറേ കാലം യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ വലിയ ഇൻ്റലക്ച്വൽ വർക്കുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ഒരിക്കൽ പോലും അംഗീകരിക്കപ്പെടുകയോ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളെന്ന നിലക്കല്ലാതെ കെ കൊച്ചിന് ആ ഇൻ്റലക്ച്വൽ വിങ് ഒരു കാലത്തൊരു പരിഗണനയും കൊടുത്തിരുന്നില്ല. ഒരു യാഥാർത്ഥ്യമാണ്.
അവരുടെ നക്സലൈറ്റ് രാഷ്ട്രീയത്തിൻ്റെ സോഷ്യോളജി ഇല്ലായ്മ, സാമൂഹ്യശാസ്ത്രരാഹിത്യം, രാഷ്ട്രീയത്തിലെ സാമൂഹ്യശാസ്ത്രരാഹിത്യം ഒരു വലിയ പ്രശ്നമായിരുന്നു. ഒരുപക്ഷെ കെ കൊച്ചിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞു. അദ്ദേഹം ഈ നക്സലൈറ്റ് പിന്നാമ്പുറങ്ങളിലെ സാംസ്കാരിക ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം ഈ പറയുന്ന ദളിത് ക്വസ്റ്റ്യനിലേക്ക് അദ്ദേഹത്തിന് ശ്രദ്ധ ഊന്നുന്നതോടെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശേഷി കേരളം ശ്രദ്ധിച്ചു തുടങ്ങും. അതിനൊരു കാരണമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട സംഗതികൾ. ഒന്ന്, കേരള പൊതുസമൂഹം ആർജിച്ചെടുത്ത വിജ്ഞാനം, ആ വിജ്ഞാനത്തോട് മുഖാമുഖം നിൽക്കുന്ന ഒരു രീതിശാസ്ത്രമാണ് കെ കൊച്ചിനുണ്ടായിരുന്നത്. അത് വ്യക്തിപരമല്ലത്. 1872 തിരുവനന്തപുരത്ത് രൂപീകൃതമാകുന്ന ഫസ്റ്റ് എഡ്യൂക്കേറ്റഡ് മലയാളീസിൻ്റെ മലയാള സമാജമെന്ന സംഘടനയിൽ നിന്ന് തുടർന്നു വരുന്ന ആധുനിക മലയാളി വിജ്ഞാനത്തിൻ്റെ സ്ഥാപകർ, ആധുനിക മലയാള നോവൽ, ആധുനിക മലയാള ചെറുകഥ, ആധുനിക രാഷ്ട്രതന്ത്രം, ആധുനിക ചരിത്രം തുടങ്ങി ഇത്തരം വൈജ്ഞാനികമായ ശാഖകൾക്ക് ഒരു സവിശേഷ ചരിത്രമുണ്ട്. 1872 മുതൽ 1940 വരെ സ്വരൂപിക്കപ്പെട്ട ഈ വിജ്ഞാനം യഥാർത്ഥത്തിൽ 50 വർഷം കൊണ്ട് പ്രതിക്കൂട്ടിലാക്കുകയോ നിഷ്പ്രഭമാക്കുകയോ ചെയ്തത് ശ്രീനാരായണ ഗുരു അടക്കമുള്ള, സഹോദരനടക്കമുള്ള കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ മൂല്യങ്ങളെയും അത് മുന്നോട്ട് വെച്ച കാറ്റഗറീസിനെയാണ്, സംവർഗങ്ങളെയാണത് ഇല്ലാതാക്കിയത്. ഇതൊരു വലിയ ഗ്യാപ്പായിരുന്നു. യഥാർത്ഥത്തിൽ ഈ വിജ്ഞാനം കേരളത്തിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദിമ ദശകങ്ങളിലും നടന്ന നവോത്ഥാനമെന്ന് നമ്മൾ പൊതുവിൽ വിളിക്കുന്ന പ്രക്രിയയിൽ നിന്നും സ്വാംശീകരിക്കപ്പെട്ട വിജ്ഞാനമായിരുന്നില്ല അത്. അതുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ ഒരു ജാതിവാദിയാണെന്നൊരു തോന്നലിലേക്ക് 40കളിൽ കേരളത്തെ എത്തിക്കാൻ ഈ വിജ്ഞാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യമാണ്. ശ്രീനാരായണ ഗുരു ഒരു സന്യാസി മാത്രമാണ്, സന്യാസിക്ക് ഇനി കാര്യമൊന്നുമില്ല എന്നൊരു ബോധ്യത്തിലേക്ക് മലയാളി എത്തിച്ചേരുന്നുണ്ട്. അയ്യങ്കാളി എന്ന് പറയുന്ന അങ്ങനെ ഒരാൾ തന്നെ ഉണ്ടോ എന്ന് 40കൾ സംശയിച്ചൊരു സ്ഥലമാണ് കേരളം. സഹോദരൻ അയ്യപ്പനിലൂടെ അയ്യപ്പൻ്റെ ജീവിതത്തിൽ അവസാനിച്ചു പോയ ഒരു സംഗതിയാണ് ഈ സമുദായമെന്ന് പറയുന്ന ഒരു സങ്കല്പം. ഈ സമുദായത്തെ തിരിച്ചു പിടിക്കാനായിട്ട് ആ സമുദായത്തിൻ്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് പൊതുവൈജ്ഞാനികതയെ ഏറ്റുമുട്ടാൻ കഴിഞ്ഞു, അവരെ വൻ രീതിയിൽ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ കെ കൊച്ചിനുള്ള പ്രാധാന്യം. കൊച്ചിയുടെ ഇവിടുത്തെ സമുദായം പറയുമായിരുന്നില്ല. ആൾക്കാർക്കൊരു സംഭവം, സമുദായം എന്ന് പറഞ്ഞാൽ ജാതിയാണെന്നാണ് പലരും കരുതുന്നത്. സമുദായം എന്ന് പറഞ്ഞാൽ ജാതിയാണെന്നാണ്. അങ്ങനെയല്ല. ഒരു ജാതിബദ്ധമായ സമൂഹത്തിൽ നിന്ന് നേരിട്ട് വർഗത്തിലേക്കല്ല സമൂഹം പരിവർത്തനപ്പെടുന്നതെന്നും സമൂഹത്തിൻ്റെ പുരോഗതി ജാതിയിൽ നിന്നും സമുദായത്തിലേക്കാണെന്നുള്ള വിശാലമായൊരു തിരിച്ചറിവുണ്ട് അതിനകത്ത്. അതിൻ്റെ കുറേ വിജ്ഞാനവും അതിൻ്റെ കാറ്റഗറീസുമുണ്ട്. ഈ കാറ്റഗറീസ്, സമുദായം എന്ന കാറ്റഗറി പഴഞ്ചനാണെന്നാണ് 40കളിലും 50കളിലും കേരളം വിചാരിച്ചിരുന്നത്. ഇപ്പം സമുദായം എന്ന് പറയാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. ആരാണ് അതിൻ്റെ പിന്നിലുള്ളത്? ഞാൻ പറയുന്നത് കെ കൊച്ചടക്കമുള്ള ഒരു തലമുറയാണ് അതിൻ്റെ പിന്നിലുള്ളത്, ആണ് അതിൻ്റെ പ്രാധാന്യം. ഇന്ന് സമുദായം എന്ന് പറയുന്നത് SC/ST ഫെഡറേഷൻ അല്ല, അതും ഒരു തെറ്റിദ്ധാരണയാണ്. SC/ST എന്ന് പറഞ്ഞാൽ അത് ഒരു ഗവൺമെൻറ് കാറ്റഗറിയാണ്, ഗവൺമെൻറ് തരംതിരിച്ച കുറേ ജാതികളുടെ ലിസ്റ്റാണ്. കെ കൊച്ച് പറയുന്നത് അദ്ദേഹം CT സുകുമാരൻ സമരത്തിലാണ് ഈ സമുദായം എന്ന കാറ്റഗറി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതിനു മുമ്പ് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആ കാറ്റഗറിയെ സ്ഥാപിച്ചെടുക്കുന്ന ഒരു വൈജ്ഞാനിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് കെ കൊച്ചാണ്. അന്ന് സമുദായം എന്ന് പറയുന്നത് അത് പിന്തിരിപ്പനാണ്. പൊതുസമൂഹം സമരം ചെയ്യണമെന്ന് പറഞ്ഞാൽ സമാന്തര സമരസമിതി ഉണ്ടായിരുന്ന സ്ഥലമായി എറണാകുളം. അവിടെ പൊതുസമൂഹമല്ല, ഈ സമുദായം തന്നെ അതിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കണം
എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും തീവ്രവാദ നക്സലൈറ്റുകൾ അവർ IAS-കാർക്ക് വേണ്ടിയാണ് വാദിക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ അപമാനിച്ച പാരമ്പര്യമാണ് ഈ എറണാകുളത്തിനുള്ളത്. അവിടെയാണ് KK കൊച്ചിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ അറിയേണ്ടത്. ഇതങ്ങനെയല്ല, ഇതൊരു സോഷ്യോളജിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. ഇതൊരു സാമൂഹ്യ ശാസ്ത്രമാണ്. നക്സലൈറ്റുകൾക്ക് മനസ്സിലാകുന്ന കാര്യമല്ല എന്ന് അദ്ദേഹത്തിന് പിടികിട്ടി. അവർക്ക് മനസ്സിലാവില്ലത്. കാരണം അത് അവരുടെ കുഴപ്പമല്ല. അവരുടെ വർഗ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരു ചെത്തുതൊഴിലാളി യൂണിയൻ്റെ നേതാവിനേക്കാൾ ചരിത്രപരമായി പുറകിലാണ്. കാരണം ചരിത്രപരമായി വർഗമാണ് മുന്നിൽ നിൽക്കുന്നത്. സമുദായം അറിവുപഴഞ്ഞനായൊരു കാര്യമാണ്. അപ്പോൾ സമുദായ നേതാവ് അയ്യങ്കാളി KSKTയുടെ നേതാവിനേക്കാൾ കുറഞ്ഞ ആളാണ് അവർ വിചാരിക്കുന്നത്. അതിനെ അട്ടിമറിച്ചതാണ് KK കൊച്ചിൻ്റെ ദൈക്ഷണികത എന്ന് പറയുന്നൊരു കാര്യം. അത് ദളിതർക്ക് മാത്രമല്ല, ശ്രീനാരായണ ഗുരുവിനെയും സഹോദരനെയപ്പനെയൊക്കെ വീണ്ടെടുക്കുന്നതിൽ CDN സർവീസ് സൊസൈറ്റിയുടെ ഇൻ്റലക്ച്വൽ വർക്കിന് വലിയ പ്രാധാന്യമുണ്ട്. അത് KK യേശുദാസ്, KK മന്മഥൻ, KK കൊച്ചൊക്കെ അടങ്ങുന്ന സംഘമല്ല. അതിൻ്റെ പിന്നെ ആ സംഘടനയ്ക്കുണ്ടായിരുന്ന ഒരേ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ മാർക്സിസം ലെനിനിസം മാവോ ചിന്തയിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നുള്ളതാണ്. KK കൊച്ച് 90 അതിന് കൈ ഒഴിഞ്ഞതോടെ അദ്ദേഹത്തിന് മറ്റൊരു ജീവിതം സാധ്യമാക്കി എടുക്കാൻ പറ്റി. അതിപ്പോൾ കൈ ഒഴിയാത്തവർ ഒരടി മുന്നോട്ട് പോകാൻ കേരളത്തിൽ കഴിഞ്ഞില്ല. ഒരടി മുന്നോട്ട് പോകാൻ. ഇത് അവരൊന്നും ചീത്ത മനുഷ്യരാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവരൊക്കെ എൻ്റെ യൗവനകാലത്ത് എന്നെ പ്രചോദിപ്പിച്ച മനുഷ്യരൊക്കെ തരും. പക്ഷെ അവർക്കൊന്നും ഒരടി മുന്നോട്ട് പോകാൻ. പക്ഷെ KK കൊച്ച് ബഹുദൂരം മുന്നോട്ട് പോയത് ഈ മാർക്സിസത്തിൻ്റെ ഈ കെട്ടുപാടിൽ നിന്നും സ്വയം മോചിതമാവുകയും അംബേദ്കറെ കണ്ടെത്താൻ 92-93 ഘട്ടത്തിൽ തന്നെ ഡോക്ടർ BR അംബേദ്കറെ കുറിച്ചൊരു പുസ്തകം അദ്ദേഹം ചെയ്യുന്നുണ്ട്. ജോൺ പറഞ്ഞ സ്വതന്ത്ര ബുദ്ധിജീവി എന്ന പദവി ആയിരിക്കെ ഡോക്ടർ BR അംബേദ്കറുടെ ആശയങ്ങളാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുകയും മുന്നോട്ടെടുക്കുകയും ചെയ്തതെന്ന് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദൈക്ഷണിക ജീവിതം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു പോയിന്റ്. കേരളത്തിൽ KK കൊച്ചിൽ നിന്നല്ല ദളിത് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു, അതിന് മുമ്പേ ഉള്ളതാണ്. ഏതാണ്ട് 60-കൾ മുതൽ തന്നെ ഉണ്ട് ഈ സംഭവം. പക്ഷെ അതിൻ്റെ ഒരു പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് അകത്ത് മാത്രമായിരുന്നു. പൊതുസമൂഹത്തെ എപ്പോഴും കുറ്റവാളി സമൂഹമാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു സംഭാഷണ രീതിയാണ് അതിനുണ്ടായിരുന്നത്. മറിച്ച് പൊതുസമൂഹം പറയുന്ന ഒരു ആശയധാരയോട് മുഖാമുഖം നിന്ന് നിങ്ങൾ പറയുന്നത് പൊതുവല്ല, അത് ഒരു സവർണ കേന്ദ്രീകൃതമായ ഒരു പ്രത്യയശാസ്ത്രമാണെന്ന് പറയാൻ അതിനൊരിക്കലും കഴിഞ്ഞിരുന്നില്ല. കുഴപ്പക്കാരാന്ന് പറഞ്ഞു, പക്ഷെ അവരോട് മുഖാമുഖം നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. KK കൊച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ 70-കളിൽ തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ തീവ്ര ഇടതുപക്ഷവുമായിട്ടുള്ള ബന്ധത്തിലൂടെ അദ്ദേഹത്തിന് പൊതുസമൂഹവുമായിട്ടുള്ളൊരു സംവാദാത്മകതയുടെ ഒരു കരുത്ത് അദ്ദേഹത്തിന് ലഭ്യമാകുന്നു. ആ സംവാദാത്മകതയാണ് ദളിത് പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊക്കെ തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരോടൊക്കെ നമുക്ക് മുഖാമുഖം നിൽക്കാൻ കഴിയുമെന്നുള്ളൊരു തോന്നൽ ഒരു വലിയ വിഭാഗത്തിൽ പുതിയൊരു തലമുറയിൽ ഉണ്ടാക്കിയെടുക്കുക. ഞാനൊക്കെ പ്രീ ഡിഗ്രിയൊക്കെ തോറ്റ് തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് പിന്നെ BA-ക്ക് പോയി ചേരുകയും റാങ്കൊക്കെ മേടിക്കുകയും ജയിക്കുകയും ചെയ്ത് ഈ KK കൊച്ചിൻ്റെ KK യേശുദാസിൻ്റെയൊക്കെ സ്വാധീനം കൊണ്ടാണ്. അതല്ലാതെ എൻ്റെ വ്യക്തിപരമായ നേട്ടമൊന്നുമല്ല. നമ്മൾ അങ്ങനെ പരാജയപ്പെടേണ്ടവരല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇതിനെ പ്രചോദിപ്പിക്കുന്ന ഒരു വലിയൊരു ഘടകം ഇതിനകത്തുണ്ട്. അപ്പോൾ KK കൊച്ചിൻ ലെഗസി ഇപ്പോൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരളത്തിലെമ്പാടും KK കൊച്ചിന് വേണ്ടിയിട്ട് ഉള്ള അനുസ്മരണ സമ്മേളനങ്ങൾ നടക്കുകയാണ്. ആരെങ്കിലും പ്രത്യേകിച്ച് ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല. തിരുവനന്തപുരത്ത് നാളെ ഉണ്ട്, ഞാൻ പോകുന്നുണ്ട് നാളെ. ഇന്നിപ്പോൾ എറണാകുളത്ത് നടക്കുക, നാളെ കഴിഞ്ഞ് മലപ്പുറത്ത് നടക്കുന്നുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പല സംഘടനകൾ ഏറ്റെടുത്ത് ഇത് ചെയ്യുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ദൈക്ഷണിക ജീവിതത്തെ അക്ഷരാർത്ഥത്തിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നത് ഈ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസുമാണ്. അതായത് ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും സഹോദരയ്യപ്പനെയൊക്കെ വീണ്ടെടുക്കുന്ന ചരിത്രത്തിലേക്ക് വെറുതെ ഇങ്ങനെ അവരെ ഒരു ബിംബമെന്ന നില വീണ്ടെടുക്കുകയല്ല, വൈജ്ഞാനികമായി വീണ്ടെടുക്കുന്ന ഒരു വലിയൊരു പ്രക്രിയ 80-കളിൽ കേരളത്തിൽ നടക്കുന്നു. അതാരും അറിഞ്ഞിരുന്നില്ല അന്ന്. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ആ വീണ്ടെടുപ്പിലൂടെ
പൊതുസമൂഹം പൊതുവെന്ന് കരുതുന്ന വിജ്ഞാനം അത്ര പൊതുവൊന്നും അല്ലെന്നും അത് മിക്കവാറും ഒരു സവർണ കേന്ദ്രീകൃതമായ സംഗതിയാണെന്നും കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ സ്ഥാപിക്കുന്ന വളരെ വിശകലനാത്മകമായിട്ടുള്ള എഴുത്തുകളിലൂടെ അത് സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിയും എല്ലാ മണ്ഡലങ്ങളിലേക്കും. അപ്പം പഴയ തരത്തിലുള്ള ദളിത് പ്രവർത്തനമുള്ള സംഭവങ്ങൾ പൂർണ്ണമായും പോവുകയും പുതിയ തരത്തിൽ വൈജ്ഞാനിക അടിസ്ഥാനമുള്ള പ്രവർത്തനങ്ങളാണ് സാമൂഹിക പ്രവർത്തനം എന്നുള്ളൊരു പുതിയൊരു കാഴ്ചപ്പാട് ഈ സമുദായത്തിൽ രൂപപ്പെടുന്നതിലൂടെ വളരെ വിപുലമായൊരു നിര കേരളീയ സമൂഹത്തിൽ കെ കൊച്ചിൻ്റെ ദൈക്ഷണികത അംഗീകരിക്കുന്ന വളരെ വിപുലമായൊരു നിരയെ ദളിതർ മാത്രമൊന്നുമല്ല, കേരളീയ സമൂഹത്തിൽ നീതി എന്ന് പറയുന്ന സംഗതി ആഗ്രഹിക്കുന്നവർക്കെല്ലാം പ്രിയപ്പെട്ട ഒരാളായിരുന്നു കെ കൊച്ച്. അതിനൊരു കാരണം എന്ന് പറയാൻ നമ്മളുടെ അന്ന് വരെയുള്ള സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുന്നതിൽ അദ്ദേഹം കാണിച്ചൊരു ധീരതയാണ്. അതിൽ പലപ്പോഴും ഈ കൊച്ചേട്ടൻ്റെ ഇത്തരം ഇടപെടലുകൾ പുതിയ തലമുറയെ വൈജ്ഞാനികമായി ഒരു പ്രചോദിപ്പിച്ചു എന്നതുകൊണ്ട് തന്നെ വലിയ ലെഗസി നീക്കിയിരിപ്പ് കെ കൊച്ചിന് കേരളീയ സമൂഹത്തിലുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് മുഴുവനും 100% ശരിയാണെന്നോ ഒന്നുമല്ല ഞാനീ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസമൊക്കെ കിടക്കുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഈ കൊച്ചേട്ടനിങ്ങനെ എനിക്കെതിരെ ലേഖനമൊക്കെ എഴുതുമായിരുന്നു. നേരത്തെ ഇപ്പോഴും എഴുതുമായിരുന്നു, ഒരു അവസാനം വരെ എഴുതുമായിരുന്നു. അപ്പോൾ കൊച്ചേട്ടൻ ലേഖനം എഴുതി പ്രസിദ്ധീകരിക്കും. മാസിക പുറത്ത് വരുന്ന അന്ന് വൈകുന്നേരമാകുമ്പോൾ കൊച്ചേട്ടൻ്റെ വീട്ടിൽ വരും. ഞങ്ങൾ രണ്ടുപേരും ചെറിയ സ്മോളൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പോൾ എഴുതിയതിനെക്കുറിച്ചോ ഒന്നും കൊച്ചേട്ടൻ പറയത്തില്ല, വേറെ ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് രാവിലെ പോവുക. ഇത് സ്ഥിരമായി ആവർത്തിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ഞാനും സുല്ലും കൂടി കൊച്ചേട്ടന് ജോണും ഉണ്ട് കാണാൻ ചെല്ലുമ്പോൾ പറഞ്ഞത്, സുല്ലേ ഞാനങ്ങനെ പലതുമൊക്കെ എഴുതുന്നു, നിങ്ങളതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതെന്ന്. അല്ല, അങ്ങനെ വലിയ സ്നേഹ സൗഹൃദങ്ങളൊക്കെ സൂക്ഷിച്ച ഒരാളാണ്. പക്ഷേ എഴുത്തിന് ഇപ്പം ഞാൻ വിചാരിച്ചപ്പോൾ നമ്മളോട് ഇത്രയും ഭീകരമായിട്ടുള്ള എഴുത്തൊക്കെ എന്തിനാണെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ കൊച്ചേട്ടൻ വീട്ടിൽ ചെല്ലും. അപ്പോൾ ബാബുരാജും കൊച്ചേട്ടൻ തമ്മിൽ ഒരു തർക്കത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഞാൻ ചെല്ലും. തർക്കം കൊണ്ട് വയലൻസിലേക്ക് എത്തുക. അപ്പം അതിനകത്ത് ബാബുരാജെന്നോ സണ്ണിന്നോ സുനിലെന്നോ കെ കൊച്ചിനില്ല. ബാബുരാജായിട്ട് കണ്ടിട്ടില്ലാത്ത പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ തമ്മിൽ വലിയ സിദ്ധാന്ത ചർച്ചയാണ്. തമ്മിൽ കണ്ടിട്ടില്ലാത്ത പോലെ വർത്തമാനം പറയുന്നത്. അപ്പം അങ്ങനെ സ്വന്തം വിശ്വാസത്തിന് വേണ്ടി പ്രത്യയശാസ്ത്രം, അത് തെറ്റാവട്ടെ ശരിയാവട്ടെ, അതിനു വേണ്ടി അങ്ങ് കടുംപിടുത്തം പിടിക്കും. പക്ഷെ തിരുത്തുന്നതിൽ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടെന്നുള്ളതായിട്ട് ഞാൻ തിരുത്തിയെന്നൊന്നും പറയാറില്ല, പക്ഷെ തിരുത്തും. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളുടെ മലയാളി സമൂഹത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ തിരുത്താതിരിക്കുന്നത് അവൻ്റെ സത്യസന്ധതയുടെ ലക്ഷണമായിട്ട് അവൻ സ്വയം കൊണ്ടു നടക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ജനിച്ചപ്പോൾ മുതലേ കമ്മ്യൂണിസ്റ്റുകാരല്ല, ഞാൻ മരിക്കുന്നവരെ അതായിരിക്കുന്നതാണ്. അവന് വളർച്ചയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ കഴുത, അംബേദ്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ കഴുത എന്നാണ് അതിനെ വിളിക്കുക, കഴുത. അംബേദ്കർ അതാ പറയുന്നത്, അഭിപ്രായങ്ങൾ മാറ്റി പറയണം ആവശ്യമായി വന്നാൽ. അങ്ങനെ മാറ്റാത്തവർ കഴുതകളാണെന്നാണ് പറയണത്. തോട്ട്സ് ഓൺ പാകിസ്ഥാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, കഴുതകളാണെന്നാണ് പറയണത്. സക്കറിയ പറഞ്ഞു ഞാൻ കോൺഗ്രസ്സാണ്, അതെന്നെ നീ കോൺഗ്രസ്, എൻ്റെ അപ്പം കോൺഗ്രസ്സാന്ന്. ഇതൊക്കെ മലയാളിയുടെ സ്വഭാവം. ഇവിടെയാണ് കെ കൊച്ചി നിരന്തരം നിലപാടുകൾ, പല നിലപാടുകൾ എടുക്കുകയും മാറ്റുകയും. ഒരു സംഘടന ഉണ്ടാക്കും, 2 മാസം കഴിയുമ്പോൾ പിരിച്ചുവിടും, പിറ്റേ മാസം വേറൊരു സംഘടന. ഞാൻ 7ഓളം സംഘടന കെ കൊച്ചിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളാണ്. 7ഓളം സംഘടന. അതിനകത്ത് 2 രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഓർക്കണം. ഇന്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയും ഫെഡറൽ പാർട്ടിയും. സുരേഷ് ജോർജൊക്കെയാണ് ഫെഡറൽ പാർട്ടിയുടെ ആൾക്കാർ. തോമസ് മാത്യു, ഓംകാർ യാദവ്, കൊച്ചേട്ടൻ പറയുന്ന ഈ പേരൊക്കെ, ഓംകാർ യാദവ്, വിലാസ് സോണ, അങ്ങനെ വലിയ പരിപാടികളാണ്. എനിക്ക് കൊച്ചേട്ടൻ്റെ ആ ഒരു സർഗാത്മകത ശരിക്കും പറഞ്ഞാൽ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഈ പിള്ളേരെ തിരിച്ചു മറിച്ച് എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. കൊച്ചേട്ടൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാം. കൊച്ചേട്ടൻ്റെ അത് വെറുതെ അലസമായി ചെയ്യുന്നല്ലത്. കൊച്ചേട്ടൻ്റെ സാമൂഹിക പ്രവർത്തനം എന്നത് ജ്ഞാനരൂപീകരണമായിട്ടാണ് അദ്ദേഹം കാണുന്നുള്ളൂ.
പുള്ളിക്കത് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അന്നേരം പിരിച്ചു വിടുന്നത്. പിന്നെ ബാക്കി ആർക്കെന്ത്, അത് പുള്ളിയുടെ കാര്യമല്ലെന്നേ, അതൊക്കെ പിരിച്ചു വിടും, അടുത്തത് തുടങ്ങുക. അപ്പോൾ അവിടെയും അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു സൈദ്ധാന്തിക തെളിച്ചം തലക്കകത്ത് വന്നാൽ അത് അന്നേരം പിരിച്ചു വിടുക. ആ പിരിച്ചു പോലും വിടിയാലോ, പുള്ളിയൊക്കെ പോവും, അത് തന്നെ പിരിച്ചോളും. അല്ല, അതൊക്കെ ഒരു നമ്മുടേതുപോലെ കേരളത്തിലെ ഏറ്റവും കീഴ്ത്തട്ടിൽ നിന്ന് വന്നൊരു മനുഷ്യനെന്ന് ഓർക്കണം. അത്രയും സർഗാത്മകമായി ജ്ഞാന മേഖലയിലും സാമൂഹ്യ പ്രവർത്തന മേഖലകളിലും അത് നിരുത്തരവാദമൊന്നും ആയിരുന്നില്ല. പിരിച്ചുവിടുന്ന നിരുത്തരവാദി അത് അതിൻ്റെ ദൗത്യം നിറവേറ്റിയെന്നാണ് കൊച്ചു മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ ഉള്ള ആൾക്കാരാണ്. കവിക്കാട് തന്നെയാണ് കൊച്ചേട്ടൻ്റെയും ഒക്കെ വീട്. അപ്പോൾ ഒരു വളരെ വലിയ സാമ്പത്തിക ശേഷിയുണ്ടായിരുന്ന വലിയൊരു കുടുംബത്തിൻ്റെ ബ്രാഞ്ചാണ് കെ കൊച്ചൻ്റെ പറഞ്ഞത്. കൊച്ചേട്ടൻ്റെ അച്ഛന് കാര്യമായ സ്വത്തൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവരുടെ കുടുംബം വളരെ വലിയ സ്വത്ത്, 200 വർഷം മുമ്പ് ഓടിട്ട വീടൊക്കെ ഉണ്ടായിരുന്ന, മതിൽ കെട്ടിയ വീടുണ്ടായിരുന്ന ഞങ്ങളുടെ നാട്ടിലെ പ്രമാണിയായ ഒരു ദളിത് കുടുംബമാണ്. ഇപ്പോൾ ഒരു പൈസക്കാർ തന്നെ. ഇപ്പോൾ പുതിയ ആൾക്കാരും പണമൊക്കെ ഉണ്ടായിട്ട് വന്നുള്ളൂ. അന്ന് അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം ഉണ്ടാവുന്നത്. അതിൽ അദ്ദേഹം ദൈക്ഷണികമായി മലയാളി സമൂഹത്തെ ഈ പറയുന്ന നവോത്ഥാന മൂല്യങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്ന സംഗതിയെ അക്ഷരാർത്ഥത്തിൽ വൈജ്ഞാനികമായി റദ്ദ് ചെയ്യുന്നൊരു പുസ്തകം, ഈ പിന്നോക്കം നടക്കുന്ന കുതിരകൾ എന്ന് പറഞ്ഞൊരു ലഘുലേഖ 80-ൽ കെ കൊച്ച് എഴുതുന്നുണ്ട്. നേരത്തെ കേരളത്തെ മാറ്റിമറിച്ചിൽ ആ പുസ്തകത്തിന് വലിയ പങ്കുണ്ട്. കേരളത്തിലെ CRC ഒക്കെ പിരിച്ചുവിടുന്നതിൽ പോലും ആ പുസ്തകത്തിന് പങ്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാതെ അവരുടെ സംഘർഷമൊന്നുമല്ല, പുറത്തുനിന്നുള്ള സമ്മർദ്ദം. അതിനകത്ത് ഈ പറയണ കേരളത്തിലെ സമുദായ രൂപീകരണം, സമുദായങ്ങൾ അധികാരം പിടിച്ചെടുക്കുന്ന വഴികൾ, അങ്ങനെ തുടങ്ങി നിരവധി സംഗതികൾ. ഈ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൊച്ചേട്ടൻ കലഹിക്കും പറഞ്ഞത് മത്തായി മാഞ്ഞൂര പറഞ്ഞ കാര്യം വേണം, വേറെ രീതിയിൽ പറയണ്ട. അത് വളരെ പൊളിറ്റിക്കലായൊരു സംഗതിയാണ്. അതായത് കേരളം ഇൻ ഇറ്റ് സെൽഫ് ഈസ് ആൻ ഒപ്രസീവ് സൊസൈറ്റി എന്നാ പറയുന്നത്. കേരളം വിമോചിപ്പ് ഇവിടെ നിന്നുള്ള ഈ എക്സ്ചേഞ്ച് തടഞ്ഞ് പൈസ അവിടെ തടഞ്ഞു വെച്ചാൽ രക്ഷപ്പെടുന്നതല്ല കേരളം. കേരളം ഇൻ ഇറ്റ് സെൽഫ് ഈസ് ആൻ ഒപ്രസീവ് സൊസൈറ്റി. ആ ഒപ്രഷൻസ് അഭിസംബോധന ചെയ്യാത്ത ഒരു രാഷ്ട്രീയവും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ദളിതർക്ക് സ്വീകാര്യമല്ല. എന്തുകൊണ്ട് ദളിതർ മാർക്സിസം കൈയൊഴിയുന്നു എന്നാൽ ടൈറ്റിൽ ഒരു ലേഖനം തന്നെ കേൾക്കുകയൊക്കെ എഴുതിയിട്ടുണ്ട്. മാർക്സിസത്തിൻ്റെ ദോഷം പിന്നെയും ഉണ്ടായിരുന്നു, പക്ഷേ സംഭവം ഒരു നിലപാടാണ്. അപ്പോൾ അതല്ലാതെ വെറുതെ കെ വേണുവിനോടൊരു അഭിപ്രായവ്യത്യാസം പറയുകയല്ല ചെയ്തത്, കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. പക്ഷെ അന്ന് പറയുമ്പോൾ അത് ആർക്കും അതങ്ങനെ മനസ്സിലായില്ല. അരിയന്നൂർ ക്യാമ്പെന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പ് നടന്നില്ല, അത് നിർത്തുക. നമ്മുടെ കൊച്ചേട്ടൻ്റെ അനുസ്മരണത്തിൽ കൊച്ചേട്ടൻ്റെ ജീവിതം വളരെ ഇൻ്റലക്ച്വലായി മലയാളിക്ക് ഈടുവെച്ച വളരെ ഈസിനെസ് ഉള്ളൊരു ബാക്കി വെച്ചിട്ടാണ് കെ കൊച്ച് സ്വന്തം ജീവിതം കടന്നു പോയിട്ടുള്ളത്. തീർച്ചയായും അതിന് ഫോളോ അപ്പ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു കാര്യം എനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യം കൂടി പറയാം. ഞാൻ ഇപ്പോൾ ദളിത് സമുദായ മുന്നണി എന്ന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. കൊച്ചേട്ടൻ അവസാനമായി മെമ്പർഷിപ്പ് എടുത്ത ദളിത് സംഘടന ദളിത് സമുദായ മുന്നണി. അത് വെറുതെ മെമ്പർഷിപ്പ് എടുക്കല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം തരും. ദളിത് സമുദായ മുന്നണി എന്നുള്ള ആ വാക്കുണ്ടല്ലോ, അത് ഹിസ്റ്റോറിക്കലായൊരു സംഭവം. കേരളത്തിലെ ദളിതർ അങ്ങനെയാണ് കാര്യങ്ങൾ ആലോചിക്കേണ്ടതെന്ന്. SC സംഘടനകളുടെ സംഘടന ഉണ്ടാക്കുക അങ്ങനെയല്ല. നമ്മളൊരു കമ്മ്യൂണിറ്റി ആണെന്നുള്ള ബോധമാണ് പ്രധാനം. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇതെല്ലാം രാജദ്രാവകമൊന്നുമല്ല, പുലേനെയും പറയുന്ന ഉള്ളാറിനൊക്കെ ലയിപ്പിക്കുന്ന രാജദ്രാവകമൊന്നുമല്ല കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി ഈസ് എ കോൺഷ്യസ്നസ് ആൻഡ് ആൻ ഇമാജിനേഷൻ. നാഷണൽ സ്റ്റേറ്റ് ഈസ് ആൻ ഇമാജിനേഷൻ എന്ന് പറയുന്ന പോലെ ഒരു സംഭവമാണ് കമ്മ്യൂണിറ്റി ഒരു ഇമാജിനേഷനാണ്. കേരളത്തിൽ 70 ലക്ഷത്തോളം വരുന്ന ഈ വിഭാഗം ഒരു കമ്മ്യൂണിറ്റിയാണെന്ന് അവരങ്ങ് കരുതിയാൽ കമ്മ്യൂണിറ്റിയാണ്. ഡോക്ടർ BR അംബേദ്കർ പറയുന്നതാണ് തോട്ട്സ് ഓൺ പാകിസ്ഥാനിൽ. ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം കൂടി പറയാം ഞങ്ങൾക്കൊരു രാഷ്ട്രം വേണമെന്ന് പറഞ്ഞാൽ അവർക്കതിന് വില്ലുണ്ടെങ്കിൽ രാഷ്ട്രം കൊടുക്കണം, അത്രേ ഉള്ളൂ. അതല്ല നിങ്ങൾ പറഞ്ഞത് ശരിയല്ലെന്ന് നിങ്ങളെന്തിനാ പറയുന്നത്, നിങ്ങൾ രാഷ്ട്രം കൊടുത്താൽ പോരെ. അവരുടെ കളക്റ്റീവ് വില്ലാണെന്നത്.
എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് ഇമാജിനേഷനാണ്. അതിനകത്ത് പുലയൻ പറയുന്നുള്ളതൊക്കെ മാറി മറിയും, അതിന് ബൗണ്ടറി ഭേദിക്കുകയും ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഭാവന ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് KK കൊച്ചി ഒരിക്കൽ പോലും ഒരു ജാതി സംഘടന പോകാതിരുന്നത്. ഒരിക്കൽ പോലും പോയിട്ടില്ല. ആ മരണത്തിൻ്റെ പ്രത്യേകത അതാണ്. കേരളത്തിൽ ഒരു സംഘടനയുടെ പിന്തുണയില്ലാതെ മരിച്ചൊരു മനുഷ്യനാണ് അക്ഷരാർത്ഥ ദളിത് മരണങ്ങൾക്ക് പുതിയൊരു ചരിത്രം എഴുതി ചേർത്തത് നമ്മൾ മനസ്സിലാക്കണം. ചെറിയൊരു കാര്യമല്ല. മന്ത്രിമാരൊക്കെ മരിക്കുമ്പോൾ പണ്ട് KPMS നേതാക്കൾ മന്ത്രിമാരൊക്കെ ആയിരുന്നപ്പം രാഷ്ട്രീയ നേതാക്കളൊക്കെ വന്നിട്ടുണ്ടാവും. KK കൊച്ചിന് ഈ രാഷ്ട്രീയ നേതാക്കളുമായിട്ടൊന്നും ഒരു ബന്ധമുണ്ടായിരുന്നില്ല. ഏറ്റവും അവസാനം ഇങ്ങനെ പിണറായി വിജയന് അനുകൂലമായ ചില സ്റ്റാൻഡൊക്കെ എടുത്തൊരു വിവാദമൊക്കെ ഉണ്ടായി എന്നുള്ളതല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവിനോട് ഒരു PK രാഘവൻ പങ്കെടുത്ത യോഗത്തിൽ KK കൊച്ചുണ്ട്. KK കൊച്ചി PK രാഘവനോട് ചോദിച്ചു, അന്ന് പുള്ളി മന്ത്രിയാണ്, എന്നെ കൊണ്ട് വിശേഷം എന്നാണ് ചോദിച്ചത്. മന്ത്രിയോടെ അല്ല രാഷ്ട്രീയം എന്നല്ല ചോദിച്ചത്. അത്രേ ഉള്ളൂ. മന്ത്രിയൊക്കെ പുള്ളിയെ സംബന്ധിച്ച് അത്ര എന്നാ വിശേഷമൊക്കെ അങ്ങനെ ചോദിക്കുന്ന ആളാണ്. അപ്പോൾ ഈ VD സതീശനുമായിട്ടോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷുമായിട്ടൊന്നും വ്യക്തിപരമായി ഒരു ബന്ധമുള്ള ഒരാളല്ല KK കൊച്ചി. പക്ഷെ KK കൊച്ചിനെ അവർക്ക് ആദരിച്ചേ പറ്റൂ. അതിലേക്ക് കാര്യങ്ങളെത്തി. അത് KK കൊച്ചിൻ്റെ ജീവിതത്തിലൂടെയും ആ തലമുറയുടെ ജീവിതത്തിലൂടെയും ഈ കമ്മ്യൂണിറ്റി നേടിയെടുത്ത വലിയൊരു വികാസം കൂടിയാണത്. നമ്മൾ അങ്ങനെ കൂടെ അതിനെ കാണേണ്ടത്, അവഗണിക്കാൻ പറ്റില്ല. ശ്രദ്ധേയമായൊരു കാര്യം, ഈ കൊച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പത്രങ്ങൾ, മീഡിയ വലിയ കവറേജ് കൊടുക്കുകയും വളരെ നന്നായിട്ടത് എല്ലാം ചെയ്തു. പിറ്റേ ദിവസത്തെ പത്രത്തിൽ എല്ലാ പത്രങ്ങളിലും നിരവധി അനുസ്മരണക്കുറിപ്പുകൾ വന്നു. നിങ്ങളത് ശ്രദ്ധിച്ചോ? അത് മിക്കവാറും 90% എഴുതിയത് ദളിതരായി. അങ്ങനെ എഴുതാൻ കഴിയുന്ന വലിയൊരു നിര കേരളത്തിലുണ്ടെന്നുകൂടി അതിൻ്റെ അർത്ഥം. ഒരു പത്രക്കാരൻ വിളിച്ച ഒറ്റ രാത്രി കൊണ്ട് 1 മണിക്കൂറുണ്ട് അല്ല അരമണിക്കൂറുണ്ട് KK അനുസ്മരണം പെട്ടെന്ന് എഴുതി കൊടുക്കാൻ പറ്റുന്ന ദിഷണയുള്ള മനുഷ്യർ ഈ കമ്മ്യൂണിറ്റിക്കകത്ത് രൂപപ്പെട്ടു. അതിൻ്റെ പിന്നിൽ KK കൊച്ചിൻ്റെ ജീവിതമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നിലക്ക് കൊച്ചേട്ടൻ്റെ കേരളത്തിലെ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന എല്ലാ ഈ ദളിത് പ്രവർത്തനങ്ങളുടെ ഈ എക്സ്ക്ലൂസീവായിട്ടുള്ള ആ നിലയെ മാറ്റുകയും എല്ലാവരുമായിട്ട് സംവാദാത്മക ബന്ധം സ്ഥാപിക്കണം എന്ന ധാരണയുണ്ടായിരുന്നുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ഇൻ്റർ കമ്മ്യൂണിറ്റി റിലേഷൻസിൽ കൊച്ചേട്ടൻ ബഹുദൂരം മുന്നോട്ട് പോയ ഒരാളാണ്. അത് മുസ്ലിങ്ങളാവട്ടെ, പിന്നോക്കക്കാരാവട്ടെ, ഏത് വിഭാഗമാകട്ടെ, എല്ലാ വിഭാഗങ്ങളുമായിട്ട് വളരെ ഒരു മൈത്രിയിൽ ഉള്ളൊരു സമൂഹമെന്നൊരു സങ്കല്പം അദ്ദേഹത്തെ ചെയ്തു. മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട്, അത് പറഞ്ഞാൽ അവസാനം ഒറ്റ കാര്യം, അതായത് ഡെമോക്രസിയെ സംബന്ധിച്ചൊരു പുതിയ ഡയമെൻഷൻ രൂപീകരിക്കേണ്ടതുണ്ട് എന്നൊരു സങ്കല്പവും കൊച്ചേട്ടന്. ഇന്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി എന്നൊക്കെ പറയും ഞാനും ജോണും സുനിലും ഷാജിയും ഒക്കെയുള്ള ഒരു കുഞ്ഞു പാർട്ടിയാണ്. പക്ഷേ അതിനകത്ത് ഇന്ത്യൻ ഡെമോക്രാറ്റ് ഒരു മാസികകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചർച്ചയിൽ ഈ ഡെമോക്രസി എന്ന് പറയുന്ന സംഗതിയെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അതെങ്ങനെയാണ് വികസിപ്പിക്കേണ്ടത് തുടങ്ങിയ സംഗതികളാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ വെറുതെ കാഷ്വലി എന്തെങ്കിലും ചെയ്യുമായിരുന്നില്ല. കൃത്യമായൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ചെറിയ ഗ്രൂപ്പ് പോലും KK കൊച്ചി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സർഗാത്മക പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒട്ടനവധി സന്തോഷവും സ്നേഹവും അതോടൊപ്പം തന്നെ നമുക്ക് ദൈക്ഷണികമായി മുന്നേറുവാനായിട്ടുള്ള ഒരു ഇച്ഛയും എൻ്റെ തലമുറയ്ക്ക് നൽകിയിട്ടാണ് KK കൊച്ചി നമ്മളെ പിരിഞ്ഞു പോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതം കേരളീയ സമൂഹത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ നിസ്സംശയം നമുക്കത് പറയാൻ പറ്റും. അത് ദളിതർക്കിടയിൽ മാത്രമല്ല, എല്ലാ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത്. ആ പൊതുമണ്ഡലത്തിൽ സ്വന്തം സംഗതികളെ കൈയൊഴിഞ്ഞിട്ടല്ല, അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഒരു കേരളത്തിൽ സാഹിത്യ മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ, സാമൂഹ്യശാസ്ത്രത്തിൻ്റെ മേഖലയിൽ, ചരിത്രത്തിൻ്റെ മേഖലയിൽ, ഇതിലൊക്കെ ഈ മേഖലയിലൊക്കെ പറഞ്ഞ കാര്യത്തോടൊക്കെ ചിലപ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഇത്രയും മേഖലയിൽ ഒരേ സമയം ഇടപെട്ട മറ്റൊരു പ്രതിഭാശാലി ഇല്ലെന്നേ. അത് ദളിതർക്കിടയിലല്ല, എവിടെ ഉള്ളത്? ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇടപെടാതെ അതിജീവിക്കാൻ കഴിയില്ല എന്നുള്ള വളരെ കൃത്യ ധാരണ
ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സർവ്വശേഷി. ഏറ്റവും അവസാന ഘട്ടത്തിൽ ഞങ്ങൾ കാണാൻ ചെല്ലുമ്പോൾ പറയുന്നൊരു കാര്യം, വായിക്കാൻ കഴിയുന്നില്ല എന്നത് വലിയ ദുഃഖമായി കൊണ്ടു നടന്ന ഒരാളാണ്. ക്യാൻസർ ബാധിതനായി വലിയ വേദന എടുക്കുമ്പോൾ എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല എന്നതാണ് അദ്ദേഹത്തെ ദുഃഖിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ജീവിതത്തിൽ ഉടനീളം ആരെഴുതിയ പുസ്തകം കിട്ടിയാലും അന്നേരം വായിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ആളായിരുന്നു. പ്രമുഖരെഴുതണമെന്നൊന്നുമില്ല, ആരെഴുതിയാലും. പിന്നെ സംവാദത്തിൽ ഏർപ്പെടാൻ, അത് മാർസ് പറഞ്ഞാൽ ശരിയല്ലെന്നും പറയും, സെലീന പ്രക്കാനും പറഞ്ഞതും ശരിയല്ലെന്ന് പറയും. അതിനൊന്നും കൊച്ചേട്ടന് സെലീന പ്രക്കാൻ ആരാണ്, മാർസ് ആരാണ്, ഇങ്ങനെ വിവേചനം അങ്ങനെയൊന്നുമില്ല. തെറ്റാണെന്ന് പറയുക, അത്രയേ ഉള്ളൂ. അത് വലിയൊരു സ്നേഹവായ്പുള്ള ഒരാൾക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. സമൂഹത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് പറ്റുന്നൊരു കാര്യമാണ്. എന്തെല്ലാം അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് പോലും കെ കെ കൊച്ചിനോടൊരു സ്നേഹം തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സർഗ്ഗശേഷിയിലാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വളരെ ആദരവോടെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതി പ്രസിദ്ധീകരിച്ച ഒരാളെ കാണുന്നത് കെ കെ കൊച്ചിനെയാണ്. ഈ എഴുതി ലേഖനം പ്രസിദ്ധീകരിച്ച ഒരാളെ കാണുന്നത്, ഞങ്ങൾ കുഗ്രാമമാണല്ലോ കെ കെ കൊച്ചിന്. ഭക്ഷണം കഴിക്കാനായിട്ട് 3 നേരം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന വീട്ടിൽ 100 കണക്കിന് പുസ്തകങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത് ഞാൻ കെ കെ കൊച്ചിൻ്റെ വീട്ടിലാണ്. അതൊക്കെ എന്നെ അക്ഷരാർത്ഥത്തിൽ. അപ്പോൾ എൻ്റെ വീട്ടിൽ എഡ്യൂക്കേറ്റഡ് എൻ്റെ ചേട്ടന്മാരൊക്കെ, വീട്ടിൽ ലൈബ്രറി ഉണ്ടായിരുന്നില്ല. കെ കെ കൊച്ചിൻ്റെ വീട്ടിൽ കെ കെ കൊച്ചിന് ജോലിയുള്ളൂ, പുള്ളി പോകാറില്ലല്ലോ. അപ്പോൾ വരുമാനമേ ഇല്ല. ആ അവസ്ഥയിൽ 100 അത് നമ്മുടെ ഇവിടെ കാണുന്ന പുസ്തകങ്ങളൊന്നുമല്ല, ആഫ്രോ അമേരിക്കൻ പുസ്തകങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഗബ്രിയേൽ ഗാർഷ്യ മാർക്വേസിൻ്റെ 100 Years of Solitude ഒക്കെ ഇംഗ്ലീഷ് പതിപ്പുണ്ട് അവിടെ. ഞാൻ അവിടെ നിന്നാണ് നിരവധി പുസ്തകങ്ങൾ വായിക്കുക. കെ കെ കൊച്ച് എനിക്ക് തന്ന ഒരു പുസ്തകമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ലിൻപിയാവോയിസ്റ്റൊക്കെ ആയിട്ട് നടക്കുന്ന കാലമാണ്. അപ്പോൾ കൊച്ചേട്ടൻ ജോസഫ് സ്റ്റാലിൻ്റെ ജീവചരിത്രം എനിക്ക് തരുമോ, നീയാണ് ഇനി എൻ്റെ പിൻഗാമി എന്ന് പറയുന്നത്. ജോസഫ് സ്റ്റാലിൻ്റെ പുസ്തകം ആത്മകഥ എനിക്ക് തരുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ജോസഫ് സ്റ്റാലിൻ്റെ കാര്യം വിട്ടു. അവിടെ പിന്നെ അല്ല, അങ്ങനെയൊക്കെ വളരെ ജീവിതത്തെ വളരെ ഇതായിട്ട് കണ്ട ഒരാൾ, സീരിയസ് ആയി മാത്രം കണ്ട ഒരാൾ. എന്നോട് ആ കൂടി 2 പ്രാവശ്യം മാത്രമേ വ്യക്തിപരമായ കാര്യം കെ കെ കൊച്ച് നേരിട്ട് സംസാരിച്ചിട്ടുള്ളൂ. ബാക്കി കാണുമ്പോഴെല്ലാം രാഷ്ട്രീയ സംഗതികളും വൈജ്ഞാനിക സംഗതികളും തന്നെയാണ് പറഞ്ഞത്. സുനീത് കുമാർ ഘോഷ് എഴുതിയ ഇന്ത്യൻ വൻകിട മുതലാളിത്തത്തിൻ്റെ കുറിച്ചൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം കെ കെ കൊച്ചിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ വായിക്കുന്നത്. യഥാർത്ഥം ഞാൻ ആരൊക്കെ പിരിഞ്ഞു പോയാലും കുഴപ്പമില്ല, ഇവിടെ തന്നെ നിൽക്കാമെന്ന് ജീവിതത്തിൽ തീരുമാനിക്കുന്ന ആ പുസ്തകം വായിച്ചതിന് ശേഷമാണ്. ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ സാമ്പത്തിക ശാസ്ത്രമല്ല പഠിച്ചത്. ആ പുസ്തകത്തിൽ ഞാനൊരു സാമൂഹ്യശാസ്ത്രമാണ് മനസ്സിലാക്കിയത്. ഇന്ത്യൻ സമ്പത്ത് എങ്ങനെയാണ് കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്നുള്ള വലിയൊരു സാമൂഹ്യശാസ്ത്രം എനിക്കതിൽ നിന്ന് കിട്ടുകയുണ്ട്. ആ നിലക്ക് ഒരാളെയല്ല, നിരവധി പേര്, ഒരു തലമുറയെ തന്നെ പ്രചോദിപ്പിച്ച ധന്യമായ, ആർക്കും കൊതി തോന്നാവുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു കെ കെ കൊച്ച്. അദ്ദേഹത്തിൻ്റെ നഷ്ടം കേരളീയ സമൂഹത്തിൽ വളരെ ദൈക്ഷണിക ജീവിതത്തിൽ വളരെ വലിയൊരു നഷ്ടമായി തന്നെയാണ് ഭാവി ചരിത്രം രേഖപ്പെടുത്തുക. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ തീർച്ചയായും സ്മരിക്കപ്പെടും. അത് വീണ്ടും വീണ്ടും വായിക്കപ്പെടും. അത് വലിയ ആത്മവിശ്വാസത്തിലേക്കും പ്രവൃത്തിയിലേക്കും ജനതയെ നയിക്കും എന്ന കാര്യത്തിലും നമുക്ക് തർക്കിക്കേണ്ടതില്ല. കൂടുതൽ സൂക്ഷ്മവും കൂടുതൽ ഹിസ്റ്റോറിക്കലുമായ വിലയിരുത്തലുകൾ തീർച്ചയായും അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം വ്യക്തിപരമായി ഒരു നഷ്ടബോധം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രമേൽ എടുത്ത ബന്ധം അദ്ദേഹവുമായി ഞാൻ പുലർത്തിയിരുന്നു. ഏതായാലും പഴയ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി അദ്ദേഹത്തിന് ഉചിതമായ ഒരു ഹോമേജ് അർപ്പിക്കുവാൻ ഇവിടെ ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയതിൽ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സ്നേഹമുള്ളവരെ, കൊച്ചേട്ടന് ആദരാഞ്ജലി അർപ്പിക്കുന്നു.
ദളിത് വിദ്യാർത്ഥി ഏകോപന സമിതി എന്ന് പറഞ്ഞുകൊണ്ട് മഹാരാജ് കോളേജിലുണ്ടായിരുന്ന ഒരു സംഘടനയും അതിലുണ്ടായിരുന്ന അശോകൻ ചേട്ടനടക്കമുള്ള അജീഷ് സുധീർ തുടങ്ങി അവരുടെ എല്ലാം സംഘാടനത്തിലാണ് ഈ ഒരു മീറ്റിംഗ് ഇവിടെ നടക്കുന്നത്. ദളിത് വിദ്യാർത്ഥി ഏകോപന സമിതി മഹാരാജാസ് കോളേജിൽ ഉണ്ടാവുന്നത് ഏതാണ്ട് 93, 94, 95 ആ കാലഘട്ടത്തിലാണ് ശക്തിപ്പെടുന്നത്. ഏതാണ്ട് ആ കാലഘട്ടത്തിൽ BA മലയാളം വിദ്യാർത്ഥിയായി മഹാരാജാസിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ മഹാരാജാസിലേക്ക് വരുന്നത് BA മലയാളം പഠിച്ച് രക്ഷപ്പെടണം, ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹമൊന്നും ആയിരുന്നില്ല. SFIയിൽ പ്രവർത്തിക്കാൻ ഏറ്റവും ശക്തിയുള്ള SFIയുടെ ചെങ്കോട്ട എന്നൊക്കെ പറയുന്ന ഒരു കാൽപ്പനിക ഇടത്തിലേക്കാണ് ഞാൻ വരുന്നത്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ചെറായി രാമദാസ് കഴിഞ്ഞ ദിവസം എഴുതി എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ അക്രമമോ അതുമായി ബന്ധപ്പെട്ട് ഈ തൃക്കാക്കരയിലും ഒക്കെ തന്നെ ഉണ്ടായ ചില സംഭവങ്ങൾ. ഏതായാലും അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവൊന്നുമല്ല, ഒരു വലിയ ഒരു പ്രവർത്തകനായിരുന്ന എൻ്റെ അച്ഛൻ്റെ അച്ഛൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോലീസ് തിരഞ്ഞെത്തുകയും അവിടെ ഉണ്ടായ സ്ത്രീകളെ അടക്കം ചീത്ത വിളിച്ചതും വല്യാച്ചൻ അവിടെ പോലീസിനടക്കം തിരിച്ചു തല്ലിയതും ഏതാണ്ട് കുറേ സംഘർഷങ്ങളിലൂടെയാണ് എൻ്റെ അച്ഛൻ്റെ ജീവിതം കടന്നു പോകുന്നത്, പാർട്ടിയായ അച്ഛൻ്റെ ഒരു ജീവിതത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകാരികമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മളെല്ലാം രക്ഷപ്പെടുത്തുമെന്ന് വിശ്വസിച്ച ഒരു തലമുറയുടെ ഭാഗം തന്നെ ഞങ്ങളൊക്കെ തന്നെ. കാക്കനാട് സ്കൂളിലും ഞാൻ ഭാരതമാത കോളേജിലാണ് പ്രീഡിഗ്രി പഠിക്കുന്നത്. അവിടെയൊക്കെ ഏതാണ്ട് അത്ര ശക്തമായൊരു SFI അല്ല ഉള്ളത്. പക്ഷെ മഹാരാഷ്ട്രയിൽ ഒരു ശക്തമായ SFI ഉള്ളത്. ശക്തമായ SFI ഉള്ളപ്പോൾ തന്നെ ഈ അധികാരം ഉള്ള SFI ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അധികാര രംഗത്ത് നിന്നിരുന്നതെല്ലാം തന്നെ കുറച്ചുകൂടി ഉയർന്ന കുടുംബങ്ങളിലുള്ള കുട്ടികളാണ്. നിങ്ങൾക്കറിയാം, അമൽ നീരദ് അടക്കമുള്ള, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് D ശ്രീജിത്ത് അടക്കമുള്ള, അല്ലെങ്കിൽ ആ ഒരു കുറച്ചുകൂടി വലിയ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് അന്ന് SFIയുടെ പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ് മെട്രിക്കിലെയോ MC അറിവിലെയോ ഒന്നും ദളിത് വിദ്യാർത്ഥികൾ അങ്ങനെ ഏതെങ്കിലും അധികാരത്തിൻ്റെ പോലെ അതിന് ചർച്ചയിടുന്ന ഭാഗമല്ല, മറിച്ച് കൊടി ചുമട്ടുകാരും പോസ്റ്റ് ഒട്ടിക്കാരും അല്ലെങ്കിൽ ഡീലിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തകരൊക്കെ തന്നെ ഇന്നലെയൊക്കെയാണ് ഞങ്ങൾ വരുന്നത് മഹാരാജ് കോളേജിൽ. ഞാൻ ആദ്യം കാലം ഒരു വർഷം SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു. അതുപോലെ തന്നെ മലയാള അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്നു. ആ സമയത്താണ് ഞാൻ രാധാകൃഷ്ണൻ ചെങ്ങാട്ടൻ എന്ന് പറയുന്ന ഒരാൾ, അതിപ്പോൾ മലയാറ്റ് പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ, ചെങ്ങാട്ടിന് മലയാളം വിദ്യാർത്ഥിയാണ്, എൻ്റെ സീനിയർ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ BTH ഇരിക്കുന്ന തൊട്ടപ്പുറയാണ് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുള്ളത്. ഇത് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിയാണ്. സ്വാഭാവികമായും SFIക്ക് അകത്ത് നിൽക്കുമ്പോൾ ഒരു ദളിത് വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഉണ്ടാകുന്ന ഒരുപാട് ആത്മസംഘർഷങ്ങൾ പേര് നടക്കുന്നൊരു കാലമാണ്. ആ ഒരു ആത്മസംഘർഷത്തെ എന്താണെന്ന് കൃത്യമായി വിശദീകരിച്ച് തരുന്ന ഒരു ഗ്രൂപ്പിലേക്കാണ് ഞാൻ അഫിലിയേറ്റ് ചെയ്യുന്നത്, ഞാൻ കൂടിച്ചേരുന്നത്. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ദളിത് വിഭാഗത്തിലുള്ള പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളെ അതല്ലാത്തൊരവസ്ഥയ്ക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ പൊക്കിൽ കൊടിയൊക്കെ വേർപെടുത്തുന്നതിനേക്കാൾ ഭീകരമായ വേദനയുള്ളൊരു കാര്യമാണ്. ഇത്രമാത്രം ഇതെന്തോ വലിയ തൊഴിലാളി വർഗ സർവാധിപത്യം വരുമെന്നും സോഷ്യലിസം വരുമെന്നും ഒക്കെ പറയുന്നൊരു ദിവാസ്വപ്നങ്ങൾക്ക് ജീവിക്കാതെത്തുന്ന മനുഷ്യരാണ് അവർ. അതിനകത്ത് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഞങ്ങളൊക്കെ തന്നെ ഭൂപരിഷ്കരണത്തെക്കുറിച്ചും വിദ്യാഭ്യാസ ബില്ലിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ക്ലാസ്സിലും സ്കൂളിലൊക്കെ കോളേജിലൊക്കെ കാണാപ്പാടം പഠിച്ച് പ്രസംഗിച്ച മനുഷ്യന്മാരാണ്. അപ്പോൾ അവിടെയാണ് ഈ ഭൂപരിഷ്കരണം നടത്തി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ വിപ്ലവമാണെന്ന് വിശ്വസിച്ച മനുഷ്യരാണ് ഞങ്ങൾ. ഈ വിശ്വസിക്കുന്നത് എവിടുന്നാ? ഏതാണ്ട് 60-70% പേരും കോളനിയിൽ, ലക്ഷം വീട് കോളനിയിൽ നിന്നുകൊണ്ട് ഭൂപരിഷ്കരണം നടന്ന് വൻ വിപ്ലവമാണെന്ന് വിശ്വസിച്ച മനുഷ്യരാണ് ഞങ്ങളൊക്കെ തന്നെ. ഇത് കേരളത്തിൽ നടന്ന ഭൂപരിഷ്കരണം നിങ്ങളീ പറയുന്ന വിപ്ലവമല്ല എന്ന് അന്ന് കൃത്യമായി പറഞ്ഞു തന്ന ഒരു ആളാണ് KK കൊച്ച് എന്ന് പറയുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ കൊണ്ടാടുന്ന ഭൂപരിഷ്കരണം 26,000 ഹരിജൻ കോളനികളും 6,000 ആദിവാസി കോളനികൾ നിർമ്മിച്ചുകൊണ്ടാണ് ഉണ്ടായതെന്നും ഞങ്ങളെല്ലാം പുറമ്പോക്കിലാണ് ജീവിക്കുന്നതെന്നും കോളനി എന്ന് പറയുന്ന ഈ ഒരു ലോകം ഇപ്പോഴും വലിയ കാര്യങ്ങളൊക്കെ പറയും. കോളനി എന്താണ്? എന്നാൽ കൊച്ചേട്ടൻ തന്നെ ആത്മകഥയിൽ പറയുന്ന പോലെ സമൂഹം മുഴുവൻ വികസിച്ചപ്പോൾ, ഉത്തരാധുനികതയും ആധുനികതയും വന്നപ്പോൾ, നാടും റോഡും ഒക്കെ വികസിച്ചപ്പോൾ നാടിന് അകത്തുള്ള ഇരുട്ടാണ് ദളിത് ജീവിതം എന്ന് പറയുന്ന തരത്തിൽ ഓരോ പഞ്ചായത്തിൽ 20 കോളനികളുണ്ട്. ഈ കോളനികൾ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ അതിനകത്തൊക്കെ ജീവിക്കുന്നു. പക്ഷെ ആ കോളനി ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരു
ഒരു സാമൂഹ്യ പ്രക്രിയ, എഴുത്തിൻ്റെ പ്രക്രിയ. ഇതാണ് കൊച്ചേട്ടൻ സത്യത്തിൽ ഞങ്ങളെ ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കെ കെ ബാബുരാജിൻ്റെ ലേഖനത്തിൽ പറയുന്ന അനദർ ലൈഫ് ഈസ് പോസിബിൾ, മറ്റൊരു ജീവിതം സാധ്യമാണ് രാഷ്ട്രീയത്തിൽ, ചിന്തയിൽ എന്ന് ഞങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ ഒരു മാറ്റം ഞങ്ങളിലൊക്കെ ഉണ്ടാക്കി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അന്ന് തന്നെ കൊച്ചേട്ടൻ്റെ ലേഖനങ്ങളിൽ പറയുമ്പോൾ ഭൂപരിഷ്കരണ വിഷയം മാത്രമല്ല, പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പാടി നടക്കുന്ന വലിയൊരു കാര്യം വിദ്യാഭ്യാസ ബില്ല് നടപ്പാക്കി എന്നാണ്, വലിയ കാര്യമാണെന്നാണ് ഇടതുപക്ഷ അധ്യാപക സംഘടന അടക്കം പറയുന്നത്. കൊച്ചേട്ടൻ അന്ന് തന്നെ പറയുന്നു ഇത് ഒരുതരം സോഷ്യൽ എക്സ്ക്ലൂഷനാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും പൊതുവെ ഇവിടുത്തെ പുരോഗമനവാദികൾ വിട്ടുകളയുന്ന എന്താണ്, കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങളുടെ വിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞാൽ പച്ചയായ കോഴ കോളനികളും ജാതി കോളനികളുമാണ്. 16,000 പോസ്റ്റ് ഇപ്പോൾ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി വൻ ചർച്ചകളാണ് കേരളത്തിലെ ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 16,000 ഒരാൾ പോലും പട്ടികജാതിക്കാരനില്ലെന്ന്, പട്ടികവർഗക്കാരില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഇങ്ങനെ പറയാൻ, ഇങ്ങനെ ചിന്തിക്കാൻ പ്രാപ്തരാക്കുന്ന എഴുത്തുകളാണ് കെ കെ കൊച്ച് മുന്നോട്ട് വെച്ചത്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏറ്റവും മഹത്തരമായിട്ട് പറയുന്ന ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ ബില്ലും ചിലർക്കൊക്കെ ഗുണം ചെയ്തിട്ടുണ്ടാവും, അവർക്കതൊക്കെ വിപ്ലവമായിരിക്കും. പക്ഷേ ദളിതർക്ക് കിട്ടിയത് സാമൂഹ്യമായ ബഹിഷ്കരണം, വലിയൊരു തൊഴിലിൽ നിന്നാണ്. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. മൊത്തം സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പകുതിയോളം വരുന്ന ഒരു മേഖലയിൽ നിന്ന് ദളിതരെ പൂർണ്ണമായും പുറത്താക്കിയതാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ ബില്ലെന്ന് പറയുന്നത്. ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗെറ്റോകൾ സൃഷ്ടിക്കുന്ന, അല്ല ഇന്നിപ്പോൾ സിനിമകളൊക്കെ നോക്കിയറിയാം, ഈ കോളനി എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട ആളുകൾ ജീവിക്കുന്ന സ്ഥലമെന്ന് സിനിമകളും സാഹിത്യവും അടയാളപ്പെടുത്തി ഈ ഒരു കോളനി ഉണ്ടാക്കി വെച്ചത് ഭൂപരിഷ്കരണമാണ് എന്ന് കൃത്യമായി കൊച്ചേട്ടൻ പറഞ്ഞു തരുന്നു, ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. സത്യത്തിൽ ഞങ്ങളൊക്കെ തന്നെ അന്ന് അനുഭവിക്കുന്ന ടെൻഷൻ ചെറുതൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശം മഹാരാജ് കോളേജും അല്ലെങ്കിൽ MCR ഹോസ്റ്റൽ, ഇപ്പോൾ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ, ഈ ഒരു പ്രദേശത്ത് ഞങ്ങൾ അനുഭവിച്ച സംഘർഷം ചെറുതല്ല. നമ്മൾ ഇപ്പോൾ CSC ശശീന്ദ്രൻ ഇവിടെ ഉണ്ടായിരുന്നു. SFI ശക്തമായ പ്രദേശമാണ് ഈ മഹാരാജാസും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഹോസ്റ്റലുകളും അതിൻ്റെ പ്രാന്തങ്ങളും ഒക്കെ തന്നെ. ദളിത് വിദ്യാർത്ഥികൾ SFIക്കെതിരെ എന്തെങ്കിലും പറയുക എന്ന് പറഞ്ഞാൽ പിന്നെ അവർ ജീവിക്കാൻ യാതൊരു അവസരവും കൊടുക്കാത്ത അത്ര ഭീകരമായ മർദ്ദനങ്ങൾ നടന്ന സ്ഥലമാണ് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലും. ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ കണ്ടെത്തിയപ്പോൾ അജീഷും ഞങ്ങൾ സുനിലൊക്കെ തന്നെ അതാ പറഞ്ഞത്, അന്നുണ്ടായ ഒരുപാട് അക്രമങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? SFIക്കാർ പട്ടികജാതി വിദ്യാർത്ഥികളെ തല്ലി എന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ? ആരും വിശ്വസിക്കില്ല. ഹോസ്റ്റലിൽ MCR ഹോസ്റ്റലിൽ നടന്ന മർദ്ദനം, ഇവിടെ യൂണിയൻ സുധീറുണ്ട്, അതുപോലെ തന്നെ അപ്പുകുട്ടനുണ്ട്. ഈ മർദ്ദനം ഞങ്ങൾ മർദ്ദനേറ്റ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പിറ്റേ ദിവസം ദേശാഭിമാനിലെ വാർത്ത, MCR ഹോസ്റ്റലിൽ നക്സൽ ആക്രമണം, SFI വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ നിന്നാണ്. ഞങ്ങൾ ആശുപത്രി കിടന്നുകൊണ്ട് ഇത് വായിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കും? കേരളത്തിലെ SFIക്ക് ഇങ്ങനൊരു ഭീകര മുഖമുണ്ടായിരുന്നു, മഹാരാജാസിലെ SFIക്ക് ഒരു ഭീകരമുണ്ട് എന്ന് വിശ്വസിക്കുമോ? ഞാൻ ദളിത് വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലാത്തതുകൊണ്ട് നക്സൽ ആക്രമണം, ഞങ്ങൾ നക്സലേറ്റ് എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് കേട്ടിട്ടേ ഉള്ളൂ. ഞങ്ങളങ്ങനെ നക്സലേറ്റുകളൊന്നും അല്ല, SFIയിൽ നിന്ന് ദളിത് വിദ്യാർത്ഥി പ്രവർത്തനത്തിലേക്ക് പോയ ആളുകളാണ്. തീർച്ചയായിട്ടും എൻ്റെ BA വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം ഭയങ്കരമായ സംഘർഷങ്ങളുടേതായിരുന്നു, അതൊരു സംശയമില്ലത്. പിന്നീട് MAക്ക് ഇവിടെ വരണ്ടാൻ തീരുമാനിച്ചല്ലോ, അത്രയ്ക്കും സംഘർഷങ്ങളിലൂടെ പോകുന്നു. കൊച്ചേട്ടനൊപ്പം അന്ന് സഞ്ചരിക്കുമ്പോൾ ഞാനത് പലയിടത്തും സംസാരിച്ചപ്പോൾ പറഞ്ഞാണ്, ഇപ്പോൾ അന്ന് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരിക്കലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ MCR ഹോസ്റ്റലിലും പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലും നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നു. അന്ന് സഭാരാജ് തിരുമേനികൾ നിങ്ങൾക്കറിയായിരിക്കും, കോട്ടയത്തെ ഒരു വലിയ ഒരു സംഘമാണ്. അപ്പോൾ ഞങ്ങൾക്കിവിടെ പിടിച്ചു നിൽക്കാൻ ഒരു സപ്പോർട്ടിന് വേണ്ടി സഭാരാജ് തിരുമേനികളെ കോട്ടയത്ത് മുക്കട പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പറ്റം ആളുകളെ ഈ ഹോസ്റ്റലിലേക്ക് അയക്കുകയും, ഞാൻ അതിനെ ഒരു തിരിച്ചക്രമിച്ചതിന് ന്യായീകരിക്കുന്നില്ല, മറിച്ച് പിടിച്ചു നിൽക്കാനൊരു അവസരം സഭാരാജ് തിരുമേനികൾ അന്ന് രാജപണ്ണനുണ്ട്, രാജപണ്ണൻ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്, ആ സ്ഥലത്തേക്ക് പോകുന്നത്, പിടിച്ചു നിൽക്കാനൊരു അവസരം അന്നുണ്ടായിരുന്നു. പക്ഷേ MP മനോജിൻ്റെ ജാഗ എന്നൊരു നോവലുണ്ട്, ഈ മഹാരാജ് കോളേജിൽ അന്ന് നടന്ന ആ ഒരു സംഘർഷങ്ങളെയാണ് ജാഗ എന്ന നോവലിൽ പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളെല്ലാം പോകുന്നതോടുകൂടി ഈ ദളിത് ചിന്തകളെ തല്ലി ഒതുക്കിക്കളഞ്ഞു ഇവിടുത്തെ SFIയും മറ്റ് ആളുകളും ചേർന്ന് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഭയങ്കര ചർച്ചകൾ ഉണ്ടായല്ലോ, നിയമസഭയിലൊക്കെ തന്നെ ചർച്ചകളുണ്ടായി. അയ്യങ്കാളിയെക്കുറിച്ച് ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ചകളുണ്ടായി. അയ്യങ്കാളി എന്ന് പറഞ്ഞത് ജാതി പറയലാണെന്ന് പറഞ്ഞുകൊണ്ട് തല്ലിയ സ്ഥലമാണ് എറണാകുളം മഹാരാജ് കോളേജ്. അയ്യൻകാളി എന്ന വാക്ക്
ജാതി പറച്ചിലാണെന്ന് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന ഞങ്ങളെ മർദ്ദിച്ച സ്ഥലമാണ് എറണാകുളം. അംബേദ്കർ എന്ന് പറഞ്ഞാൽ ജാതി പറച്ചിലാണെന്ന് പറഞ്ഞ സ്ഥലം. ഇപ്പോൾ അവരിതെല്ലാം ഏറ്റെടുത്തിട്ട് ഞങ്ങളിത് വളരെ മുമ്പേ പറഞ്ഞു തുടങ്ങിയവരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കുകയാണ്. അത് അവർ പറഞ്ഞു കേട്ടോ, കാരണം വിഷയമുള്ള കാര്യമല്ല. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സുനിൽ പിള്ളയുടെ പ്രസംഗിക്കും മുഴുവൻ ഇപ്പോൾ EMS നമ്പൂതിരിപ്പാടില്ല, മാർക്സില്ല, സഹോദര അയ്യപ്പൻ, അയ്യൻകാളി, ശ്രീനാരായണ ഗുരു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടല്ലോ. ഈ സുനിൽ പിള്ളയുടെ ഇതേ മഹാരാജ് കോളേജിൽ പഠിച്ചപ്പോൾ അന്ന് ഇത് പറഞ്ഞില്ലല്ലോ. ഇതേ മഹാരാജ് കോളേജ് ചെയർമാനായിരുന്നു സുനിൽ പിള്ളയുടെ. അദ്ദേഹം ഞങ്ങൾ അത് പറയുമ്പോൾ ജാതിയാവുകയും ഇവർ പറയുമ്പോൾ ജാതി അല്ലാതെ ആവുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. KK കൊച്ച് എന്ന് പറയുന്ന വ്യക്തി ഈ സമുദായത്തിൽ നിന്നും പൊതുസമൂഹത്തിലേക്ക് അപനിർമ്മാണപരമായി കടന്നു ചെന്നു എന്നുള്ളതാണ് KK കൊച്ചിൻ്റെ ദൈക്ഷണികത. ഇപ്പം എനിക്ക് തോന്നുന്നു 96-ലൊക്കെ ഇപ്പം സൂക്ഷിക്കുക നരേന്ദ്രപ്രസാദ് ആര്യനാവുകയാണെന്നും പറഞ്ഞുകൊണ്ട് നരേന്ദ്രപ്രസാദിൻ്റെ അന്നത്തെ ജാതി പറച്ചിലിനെതിരെ ഒരു ലേഖനം എഴുതുന്നുണ്ട് മാധ്യമത്തിൽ. അതുപോലെ 2006 ഭാഷാഭൂഷണി ഒരു ദളിത് പതിപ്പിറക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് വരെ ഇവർ ഈ പറയുന്ന ദളിത് സൈദ്ധാന്തിക ലോകം എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട അല്ലെങ്കിൽ വർഗം എന്ന് പറയുന്ന ഒരു മഹാസംഭവത്തിനെ തല്ലിത്തകർക്കാൻ നടക്കുന്ന എന്തോ അപരിഷ്കൃത ലോകം എന്നാണ് ഇവിടുത്തെ മാർക്സിസ്റ്റുകൾ പറഞ്ഞിരുന്നത്. അല്ലെന്ന് ഇവർക്ക് പറയാൻ കഴിയുമോ? ഇവരോട് വെറുതെ അവർ അന്നത്തെ ലേഖനങ്ങൾ ചിന്തയിലെയും അല്ലെ അന്നത്തെ എഴുത്തുകാരുടെയും പ്രസംഗങ്ങൾ വെറുതെ എടുത്ത് നോക്കിയാൽ മതി. ഈ അംബേദ്കറെ കുറിച്ചും അയ്യങ്കാളിയെക്കുറിച്ചും ഒക്കെ തന്നെ എത്ര മോശമായിട്ടാണ് അവർ പറഞ്ഞത്. ജാതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമുദായം എന്ന് പറയുന്നത് വലിയ കുഴപ്പമാണെന്ന ഒരു പരികൽപ്പന കേരളത്തിൽ രൂപപ്പെടുത്തിയതിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ ചിന്താഗതി വളരെ പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു ഈ അദ്ദേഹം ഈ ബുദ്ധനിലേക്കുള്ള ദൂരം എന്ന് പറയുന്ന ഈ കൃതിയില്ലേ, അദ്ദേഹം EMSഉം ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതുന്നത്. അതിനകത്ത് എല്ലാം ഉണ്ട്. ഈ പറയുന്ന അതിനകത്തൊരു പാരഗ്രാഫില്ലേ കാഞ്ചേലയ പറഞ്ഞ വിജയിച്ച ബ്രാഹ്മണൻ എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചേലയ EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെ പറഞ്ഞുകൊണ്ട് അതിനെ അപനിർപ്പിച്ചുകൊണ്ട് KK കൊച്ച് എഴുതുന്നൊരു കാര്യം ഇങ്ങനെയാണ്: ഇതിനാധാരമായ പാണ്ഡിത്യപരമായ അപ്രമാദിത്വത്തിലൂടെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് മൗനം പാലിക്കുന്നതിനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിർമ്മിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളെ വിമർശിച്ചാൽ നിങ്ങളെല്ലാം ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച് ഞങ്ങളാണെന്ന് ഇപ്പോഴും പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി നോക്കാറിയാം. നിങ്ങളിതൊക്കെ പറയാനുള്ള അവസ്ഥ ഉണ്ടാക്കി തന്നെ ഞങ്ങളാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ നമുക്ക് ചുറ്റും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു EMSനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത് ഇത് അപ്രമാദിത്വമാണ്. ഈ അപ്രമാദിത്വം എന്താണ് കേരളത്തിൽ സൃഷ്ടിച്ചതെന്ന് അദ്ദേഹം അടുത്ത വരിയിൽ പറയുന്നുണ്ട്. EMSനെ കുറിച്ചുള്ള സൂക്ഷ്മാന്വേഷണം വ്യക്തമാക്കുന്നത് ഈഴവ ദലിത് ജനതകളെ അന്യവൽക്കരിച്ചും നമ്പൂതിരി നായർ ജനതകളെ രാഷ്ട്രീയവൽക്കരിച്ചും നമ്പൂതിരി നായർ മേധാവിത്വം സ്ഥാപിച്ചും ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ പുറന്തള്ളിയും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ EMSന്റെ പ്രത്യയശാസ്ത്ര പരികൽപ്പനകൾക്ക് കഴിഞ്ഞുവെന്നാണ് ഇപ്രകാരം ഒരു നോട്ടത്തിലൂടെ EMS ബ്രാഹ്മണിസത്തിൻ്റെ വിജയമുറപ്പിച്ചതാണ്. ഓർക്കുക, EMS ബ്രാഹ്മണിസത്തിൻ്റെ വിജയമുറപ്പിച്ചെന്നാണ് KK കൊച്ച് എഴുതുന്നത്. ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പം ഞാൻ കൊച്ചേരനെ കമ്മ്യൂണിസ്റ്റുകാർ ആദരിക്കുകയോ ചെയ്യട്ടെ, അതൊക്കെ വേറെ കാര്യം. അതായത് എനിക്ക് മനസ്സിലായത് EMS ഉണ്ടാക്കി വെച്ച, അപ്പോൾ EMS പാറപ്പുറത്ത് നിന്ന് അരിവാളെറിഞ്ഞ് ദളിതരെ ഉണ്ടാക്കിയെന്ന് പറയുന്ന ഒരു നറേറ്റീവിനകത്ത് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ EMS ഉണ്ടാക്കിയ അല്ലെങ്കിൽ EMS ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെ അതങ്ങനെയല്ല എന്ന് കേരളത്തോട് പറഞ്ഞ EMSനേക്കാൾ മികച്ച ഒരു ചിന്തകനായിട്ടാണ് ഞാൻ KK കൊച്ചിനെ മനസ്സിലാക്കുന്നത്. EMSനേക്കാൾ മികച്ച, അല്ലെങ്കിൽ നവോത്ഥാനം മുന്നോട്ട് വെച്ച് കൊണ്ടുവന്നത് ഒരു അവർണ ജ്ഞാനധാരയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ ബംഗാളിൽ നടന്ന ഒരു സവർണമായൊരു ധാരയും കേരളത്തിൽ ഉയർന്നു വന്ന അവർണമായൊരു ധാര, ശ്രീനാരായണ ഗുരുദേവൻ്റെയോ പൊയ്കലപ്പച്ചൻ്റെയോ ഒക്കെ അയ്യങ്കാളിയുടെയോ അയ്യാസ്വാമിയുടെ ഒക്കെ നേതൃത്വത്തിൽ വന്ന ഒരു അവർണധാരയാണ് നവോത്ഥാനം കൊണ്ടുവന്നത്. അതിനുശേഷമാണ് നായർ സർവീസ് സൊസൈറ്റി പോലും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു അവർണധാരയാണ് ഒരു വിജ്ഞാനം കൊണ്ടുവന്നത്. ഈ അവർണധാരയെ അവസാനിപ്പിക്കുന്നത് EMS എന്ന് പറയുന്ന വിജയിച്ച ബ്രാഹ്മണൻ്റെ ചിന്തയാണ്.
അദ്ദേഹം കൊച്ചേട്ടൻ അത് എഴുതുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് EMS നമ്പൂതിരിപ്പാട് അദ്ദേഹം എഴുതുന്നത് ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും ജാതിയെ പുനഃസ്ഥാപിക്കാൻ ചില ശ്രമം നടത്തിയെന്ന് പറയുകയും സവർണരെക്കെതിരെ അവർണരെ തിരിക്കുന്നതിനുള്ള എഴുത്തുകൾ നടത്തുകയും ചെയ്തു എന്നാണ് EMS നമ്പൂതിരിപ്പാട് അദ്ദേഹം എഴുതി വയ്ക്കുന്നത്. അതായത് സവർണർക്കെതിരെ അവർണരെ തിരിച്ചുവിട്ട നേതാക്കളാണ് ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ ഉണ്ടായതെന്നാണ് EMS നമ്പൂതിരിപ്പാട് എഴുതി വെച്ചത്. സത്യത്തിൽ അതാണോ? EMS ശ്രീനാരായണ ഗുരുവിൻ്റെയും സഹോദര അയ്യപ്പൻ്റെയും സാഹോദര്യ പ്രഖ്യാപനം നിങ്ങൾ നോക്കുക. അപ്പോൾ എത്ര വികലമായിട്ടാണ് ഒരു അവർണ ജ്ഞാനധാരയെ എത്ര വികലമായിട്ടാണ് EMS നമ്പൂതിരിപ്പാട് വ്യാഖ്യാനിച്ചെടുക്കുന്നത്. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ പോയി പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ ആ പ്രസംഗത്തിൻ്റെ കൊങ്ങല്ലൂർ പ്രസംഗത്തിൽ ഓങ്ങല്ലൂർ പ്രസംഗത്തിൽ അദ്ദേഹം ബ്രാഹ്മണ സമുദായത്തോട് സംസാരിക്കുന്നുണ്ട്. അവിടെ ഒരു സാമ്പത്തിക വർഗമായി മാറണമെന്നും സ്വയം പരിഷ്കരിക്കണമെന്നും സാമ്പത്തികമായും രാഷ്ട്രീയമായി ഇടപെടണമെന്ന് EMSന്റെ സമുദായത്തോട് പറയുന്നുണ്ട്. അപ്പോൾ EMSന്റെ സമുദായവൽക്കരിക്കുന്നതിനെ ന്യായീകരിക്കുകയും ഈഴവരടക്കമുള്ള അവർണ സമുദായങ്ങൾ അവർ സമുദായവൽക്കരിക്കുന്നതും രാഷ്ട്രീയവൽക്കരിക്കുന്നതും തെറ്റാണെന്ന് സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, കൊച്ചേട്ടൻ ഇതിനകത്ത് എഴുതുന്നുണ്ട്, ഒന്നാമത്തെ മന്ത്രിസഭയിലുള്ള ഏതാണ്ട് ഈഴവരായ MLA-മാരടക്കം അത് പറയുന്ന തരത്തിലേക്ക് ഈ അപ്രമാദിത്വം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പത്രാധിപർ സുകുമാരനെ പോലുള്ള MLA അല്ലാത്ത ഒരാൾ പുറത്തുനിന്നാണ് ഇത് പറയുന്നത്. ഈ അവർണ ധാരയെക്കുറിച്ച് പത്രാധിപർ സുകുമാരനെ പോലുള്ള ഒരാൾ പുറത്ത് MLA-മാരും പറയുന്നില്ല. അതുപോലെ തന്നെ KR ഗൗരിയമ്മ ദളിതർക്ക് ഭൂമിക്ക് വേണ്ടി ആരും വാദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ കൊച്ചേട്ടൻ ഇതിനകത്ത് എഴുതുന്നുണ്ട്, അന്ന് ചാത്തൻ മാസ്റ്റർ അടക്കമുള്ള ആൾക്കാർ മന്ത്രിസഭയിലുണ്ട്, EMS ചെയ്ത് ശരിയാണെന്ന് വിശ്വസിച്ചവരാണ്. ഞാൻ പറഞ്ഞു വന്നത്, EMS എന്ന് പറയുന്ന വിജയിച്ച ബ്രാഹ്മണന്റെ മാസികത്തെ കൂട്ടുപിടിച്ചുള്ള ബ്രാഹ്മണിക് ചിന്ത, ഇത് അന്ന് TKC വേടത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. രണ്ടാം ശങ്കരനാണെന്ന് TKC വേടത്തിൽ, അതായത് കോൺഗ്രസ്സുകാരൻ ആരും മൈൻഡ് ചെയ്തില്ല, രണ്ടാം ശങ്കരനാണെന്ന് പറയുന്നുണ്ട്. അതായത് ഉയർന്നു വന്നൊരു അവർണധാര രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ ബ്രാഹ്മണി നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ സവർണമായ രാഷ്ട്രീയധാരയെ രൂപപ്പെടുത്തി അത് കേരളത്തിൻ്റെ ദളിതരുടെ അടക്കം തലയിൽ വെച്ച് കൊടുക്കുന്ന EMSനെ കുറ്റം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രസംഗം വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരു ദളിതം കേട്ടാൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. കാരണം ഇങ്ങനെയൊക്കെ പറയാമോ എന്നായിരിക്കും ചിന്തിക്കുക. ഒരു ധാര. അപ്പം ഇങ്ങനൊരു പ്രശ്നമേഖല KK കൊച്ച് അപനിർമ്മിക്കുകയും വിദ്യാർത്ഥികളോട് പറയുകയും അദ്ദേഹത്തിന് പറ്റുന്നിടത്തൊക്കെ പറയുകയും ചെയ്തു. സ്വാഭാവികമായും അദ്ദേഹത്തെ ആരും അംഗീകരിച്ചില്ല എന്നുള്ള സത്യമാണ്. സണ്ണിച്ചേട്ടൻ പ്രസംഗിച്ചപ്പോൾ അവസാനിക്കുമ്പോൾ പോലും കൊച്ചേട്ടൻ ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു അല്ല. കൊച്ചേട്ടൻ വിജയിച്ച ഒരു നേതാവാണോ വെച്ചാൽ അല്ല. കൊച്ചേട്ടൻ്റെ കൂടെ നടന്ന ഞങ്ങൾ വിജയിച്ചവരാണോ? അല്ല. കൊച്ചേട്ടൻ്റെ കൂടെ നടന്നവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളാരെങ്കിലും വിജയിച്ചവരാണോ വെച്ചാൽ അല്ല. പണ്ട് മറ്റുള്ളവരുടെ കൂടെ നടന്ന ഞങ്ങളുടെ ഒപ്പം നടന്നവരില്ലെന്ന് കേരളത്തിലെ മന്ത്രിമാരും വലിയ എഴുത്തുകാരും വലിയ കക്ഷികളൊക്കെയാണ്. കൊച്ചേട്ടൻ്റെ കൂടെ നടന്ന ഞങ്ങളൊന്നും വിജയിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. കൊച്ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു, പഠിക്കുക പോരാടുക എന്ന് SFI പറയും. പക്ഷേ നമ്മൾ ഒരുപാട് കാലമായിട്ട് പോരാടുമല്ല. നിങ്ങൾ പോരാടാൻ നിൽക്കണ്ട, പഠിക്കുക, നിങ്ങൾ നിങ്ങളുടെ വെളിച്ചമാവണം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചേട്ടൻ പറഞ്ഞോട്ടെ ഞങ്ങളൊക്കെ വിദ്യാഭ്യാസം ചെയ്ത്, അല്ലെങ്കിൽ അന്ന് അവിടെ അവസാനിക്കുമായിരുന്നു. ഇവരുടെ പുറകെ പോയിരുന്നെങ്കിൽ ഡിഗ്രിയോടുകൂടി അവിടെ തീരുമായിരുന്നു, ഒരു സംശയം വേണ്ട. കൊച്ചേട്ടൻ പറഞ്ഞു പഠിക്കുക അത് വീണ്ടും പറഞ്ഞു. അങ്ങനെ പഠിച്ച ഒരു കുറേ പേര് ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥർ കയറുന്നത് അങ്ങനെയാണ്. PGക്ക് പോകുന്നു, അല്ല ചിന്തിക്കുന്നു. പിന്നീട് ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു പിന്നീട് എപ്പോഴും എൻ്റെ ഭാര്യ ഇവിടെ കേൾക്കാനിരിക്കുന്നുണ്ട്, എപ്പോൾ സമയം കിട്ടിയാലും ഞാൻ നേരെ കൊച്ചേട്ടൻ്റെ അടുത്തേക്ക് ഓടിച്ചില്ലും. കാരണം സമാധാനമാണ് കൊച്ചേട്ടനോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, വലിയ സമാധാനം. അതൊരു നമ്മൾക്ക് ഒരിക്കലും ഒരു ജീവിതത്തിൽ എപ്പോഴും സ്വസ്ഥത ഉണ്ടോ എന്ന് ഒരിക്കലും കിട്ടിയില്ല എന്ന്. പ്രത്യേകിച്ച് ദളിത് മേഖലയ്ക്ക് നിൽക്കുന്ന മനുഷ്യന്മാരൊന്നും ഒരിക്കലും സ്വസ്ഥമായി ജീവിക്കാൻ സമൂഹം അനുവദിക്കുന്നില്ല. അപ്പോൾ ഒരിക്കലും സ്വസ്ഥത തരില്ല, അസ്വസ്ഥതയാണ് എപ്പോഴും. ക്ലാരിറ്റിയെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോകുമ്പോഴൊക്കെ തന്നെ കൊച്ചേട്ടനെ ഫോൺ ചെയ്യും, കൊച്ചേട്ടൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും, ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ. പക്ഷെ കൊച്ചേട്ടനും പല കാര്യത്തിലും സണ്ണിച്ചേട്ടൻ പറഞ്ഞ ക്ലാരിറ്റി ഉള്ള ആളൊന്നും ആയിരുന്നില്ല.
കൊച്ചേട്ടൻ എപ്പോഴും ഇങ്ങനെ സംശയാലുമാണ്, ഓരോ കാര്യത്തിലും സംശയാലുമാണ്. ഇതിലിപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ എന്ത് നിലപാടെടുക്കണം? എനിക്ക് തോന്നുന്നു അവസാനം കേരളയിൽ സംബന്ധിക്കുന്ന ലേഖനം വരുന്നു. ആ കൊച്ചേട്ടൻ ഒരു വേറെ രീതിയിലും എഴുതി പോകണം. അപ്പോൾ ആ സമയത്ത് ഒക്കെ സന്തോഷനാണ് ഇത് എഴുതിയിട്ട്, കൊച്ചേട്ടൻ അന്ന് ടൈപ്പ് ചെയ്യുന്ന പ്രശ്നമുണ്ട്. ഒക്കെ സന്തോഷം അയച്ചു കൊടുക്കുന്നു. ഒക്കെ സന്തോഷം കുറച്ച് കഴിയുമ്പോൾ ഇത് എഴുതി ഇടുമ്പോൾ തന്നെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കൊച്ചേനെ ചീത്ത വിളിക്കും. കൊച്ചേനെ ചീത്ത വിളിക്കാൻ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അവിടെ അവൻ നിർത്തി, ഒക്കെ സന്തോഷം നിർത്തി, ഈ ടൈപ്പിംഗ് നിർത്തി. അവസാനം കൊച്ചേനെ എന്നെ വിളിച്ചു. അപ്പോൾ ഞാനന്ന് കാസർഗോഡ് അധ്യാപകനായിട്ട് ജോലി ചെയ്തു. അപ്പോൾ കൊച്ചേനെ എനിക്കിത് എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് വേറെ ആരോ കൊണ്ട് ചെയ്യിച്ച് എനിക്ക് അയച്ചു തരും. ഞാനത് ടൈപ്പ് ചെയ്യും. കൊച്ചേട്ടൻ്റെ FBയുടെ പാസ്വേഡ് അടക്കം എനിക്ക് തന്നേക്കും. ഞാനാണത് പോസ്റ്റ് ചെയ്യുന്നത്. ചില വാചകങ്ങൾ ഞാൻ തന്നെ പലപ്പോഴും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ പറയാം അതൊന്നും വേണ്ട, നീ അതുകൂടി ഇട്ടാൽ മതി. ചില ആൾക്കാരെ വിമർശിക്കുമ്പോഴൊക്കെ തന്നെ വേണ്ട. പക്ഷേ ഇത്തരം സംഭവങ്ങളല്ല സുനിലേട്ടൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ വിഷയങ്ങളൊക്കെ സുനിലേട്ടൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ചേട്ടൻ അങ്ങനെ ഒരു കാര്യത്തിലും ആത്യന്തികമായി ക്ലാരിറ്റിയിൽ എത്തി നിൽക്കുമല്ലോ. എല്ലാ കാലത്തും വിജ്ഞാനത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. കൊച്ചേട്ടന് ഈ കേരളയുടെ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യമാണ്. ഒരു മൂലധനം ഇങ്ങോട്ട് വരികയും അത് പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിൽ അത് വിതരണം ചെയ്യപ്പെടും എന്നൊരു ബോധത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു കാലത്ത് ഉണ്ടാകുന്നൊരു പുതിയൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് കൊച്ചേട്ടൻ അങ്ങനെ ചെയ്തു. ഒരുപക്ഷെ കൊച്ചേട്ടൻ ഈ കേരളയുടെ വിഷയത്തിൽ പറഞ്ഞത് ആത്യന്തികമായൊരു വാക്കായി. കൊച്ചേട്ടൻ ജീവിച്ചിരുന്നാൽ വീണ്ടും ഒരുപക്ഷെ അതിൽ പല കാര്യങ്ങളും കൊച്ചേട്ടൻ പിന്നെ തിരുത്തുകയും ഒരുപക്ഷെ CR നീലകണ്ഠൻ മാഷിനടക്കം വിമർശിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ അത് അന്ന് പറഞ്ഞ് തെറ്റായി പോയിരുന്നു ഒരുപക്ഷെ വേറൊരു സമയത്ത് പറയുമായിരുന്നു. അങ്ങനെ സണ്ണിച്ചേട്ടൻ സൂചിപ്പിച്ച പോലെ എപ്പോഴും ജ്ഞാനപരമായി സ്വയം തിരുത്താനുള്ള ഒരു വലിയ ശേഷി കൊച്ചേട്ടന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. കൊച്ചേട്ടന് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അധികാരത്തിലേക്ക് എത്തണമെന്ന് ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ഇന്ന് സണ്ണിച്ചേട്ടൻ പറഞ്ഞ പോലെ കൊച്ചേട്ടനെ കുറിച്ച് പിറ്റേ ദിവസം ഒരുപാട് പത്രങ്ങൾ കുറിപ്പുകളും ലേഖനങ്ങളും ഒക്കെ എഴുതി. അങ്ങനെ വിളിക്കുമ്പോൾ എടുക്കാൻ അന്ന് മരണത്തിൻ്റെ അന്ന് തന്നെ നോക്കിയാൽ നമുക്ക് അവിടെ അറിയാം, ഒരു 250 പേരെങ്കിലും എഴുത്തുകാരായിട്ട് കൊച്ചേട്ടൻ്റെ തണലിൽ വളർന്നു വന്നു എന്നുള്ള. അപ്പോൾ ഞാനും അത്യാവശ്യം ഏതാണ്ട് സാഹിത്യ രംഗത്തൊക്കെ വിമർശനങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എന്തെഴുതിയാലും കൊച്ചേട്ടനോട് നമ്മൾ സംശയം ചോദിക്കും. മാറ്റേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് മാറ്റാൻ പറയും, തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താൻ പറയും. ഏതായാലും ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിലെ സാഹിത്യരംഗത്ത് നമ്മളിപ്പോൾ വിജയിച്ച 2 മനുഷ്യരെ, അതായത് രാഷ്ട്രീയത്തിലും സാഹിത്യത്തിലും വിജയിച്ച ഒരാളാണ് ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരുന്നു, അതുപോലെ തന്നെ എഴുത്തിലും സാഹിത്യ വിമർശകനായിട്ടും അറിയപ്പെടുന്ന ആളും. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സാഹിത്യ വിമർശനത്തിലും വിജയിച്ച മറ്റൊരാൾ ഒരുപക്ഷെ KK കൊച്ച് മാത്രമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സാഹിത്യ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാന, ഏറ്റവും പോസ്റ്റ് കൊളോണിയൽ തിയറി, പോസ്റ്റ് മോഡേൺ തിയറി ഏറ്റവും നന്നായി അപ്ലൈ ചെയ്തത് സാഹിത്യത്തിലെ വിദ്യാർത്ഥി അല്ലാത്ത അദ്ദേഹം മഹാരാജ് കോളേജിൽ BSc ആണ് പഠിച്ചത്. സാഹിത്യത്തിലെ ഏതെങ്കിലും തരത്തിൽ അക്കാഡമിക് വിദ്യാഭ്യാസം കിട്ടാത്ത KK കൊച്ചാണ്. സരസ്വതി വിജയം, ഞാൻ അതിനകത്ത് മുമ്പ് ഒരുപാട് പറയാനുണ്ട്. സരസ്വതി വിജയത്തിൻ്റെ ഡീകൺസെഷൻ ഒരു കാര്യം പറയാം. കൊച്ചേട്ടൻ സരസ്വതി വിജയത്തെ പഠിച്ചിട്ട് പറഞ്ഞത് തലശ്ശേരി പോലുള്ള സ്ഥലത്ത് തീയരുടെ ഒരു വലിയ പ്രദേശമാണ്. എന്നിട്ട് പോലും തീയരായ ആളുകൾ ആ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പൈസ കൊടുക്കുന്ന പോലും ഒരു തീയന പോലും ആ ഇന്ദുലേഖയിലേക്ക് വഴിപോക്കരായി പോലും വരുന്നില്ല, ദളിതരും വരുന്നില്ല. നായർ പുരുഷൻ്റെ നമ്പൂതിരിയോടുള്ള ഒരു വിരോധവും സമുദായ പരിഷ്കരണവുമാണ് ഈ ഇന്ദുലേഖയിലുള്ള. അല്ലാതെ നിങ്ങളീ പറയുന്ന സാഹിത്യ മഹത്വമൊന്നും അതിനകത്ത് യാതൊന്നുമില്ല എന്ന് കൊച്ചേട്ടൻ പറയുന്നുണ്ട്. സൂര്യൻ നമ്പൂരിപ്പാടിനെ ഒരു വിടനായിട്ട് അവതരിപ്പിക്കുന്നത് ഈ നായർ പുരുഷൻ്റെ ഈ അസ്വസ്ഥതയാണ്. സ്വന്തം വീട്ടിലേക്ക് വരുന്ന നമ്പൂതിരി പുരുഷനോടുള്ള അയാളെ ഇളിപ്പനും വിടനുമായിട്ട് അവതരിപ്പിക്കുന്നതിൽ ഈ ഒരു പ്രശ്നമുണ്ടെന്ന് കൊച്ചേട്ടൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇന്ദുലേഖയുടെ അച്ഛനാരാന്ന് വെച്ചാൽ തിരുവിതാംകൂറിലെ രാജാവാണ്. അങ്ങനെയൊക്കെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കൃത്യമായി എടുത്തു പറഞ്ഞു പോയിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം, പിന്നെ ആ നോവലിൽ കടന്നു വന്ന ഒരു സമുദായം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. ഈ മുസ്ലിങ്ങൾ എങ്ങനെയാണ് കടന്നു വരുന്നത് വെച്ചാൽ ഇന്ദുലേഖ നട്ടുച്ചക്ക് കയറി പൊട്ടിക്കരയാണ്. എൻ്റെ ഭർത്താവിനെ ഒരു മുസൽമാൻ കൊന്നുകളഞ്ഞ് അയ്യോ അയ്യോ എനിക്കിനി ആരുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദുലേഖ നട്ടുച്ചയ്ക്ക് എഴുന്നേറ്റ് കരയുന്നതായിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു മുസ്ലിമിനെ എങ്ങനെയാണ് ഒരു സവർണ പുരുഷൻ ഒരു കൃതിയിൽ അവതരിപ്പിച്ചത്. അത്
പ്രാദേശിക മുസൽമാനെ ആചാരലംഘനായിട്ടാണ് പറയുന്നത്. ഈ മേനോനൊരു ചെരുപ്പ് വാങ്ങിക്കൊടുത്തു, തറവാടിന് അത് ചെരുപ്പിടാൻ ഈ പ്രേരിപ്പിച്ചു എന്നാണ്. അത് വലിയ കുഴപ്പമായിട്ട് പറയുന്നില്ല. പിന്നെ ഇന്ദുലേഖ മാധവൻ കേരളം വിട്ടു പോകുമ്പോൾ അവിടുത്തെ മുതലുകൾ മുഴുവൻ കട്ടെടുത്ത, മുതൽ മുഴുവൻ കൊള്ള ചെയ്ത ഷേർ അലി ഖാൻ, കേട്ടാൽ തന്നെ പേടിയാവുന്ന അങ്ങനെ ഒരാളായിട്ടാണ് മുസൽമാനെ അവതരിപ്പിക്കുന്നത്. ഇതിപ്പോൾ നോവലിൽ അവതരിപ്പിച്ച എന്താ കുഴപ്പമെന്ന് ചോദിക്കും. പക്ഷേ ഇതിൻ്റെ പിൻപറ്റിയാണ് എം ടി വാസുദേവൻ നായരുടെ പിന്നീടുള്ള നോവലുകളും സിനിമകളും ഒക്കെ വന്നത്. നിങ്ങൾ നോക്കി അറിയാം. എം ടി വാസുദേവൻ നായരുടെ പള്ളിവാളും കാൽച്ചെലമ്പും എന്നുള്ളത് പറയുന്ന നിർമാല്യം എന്ന് പറയുന്നത്, അതിനകത്ത് മുസ്ലിമാണ് അവിടെ പ്രശ്നം. എന്തിനാണ് ഈ വിഗ്രഹത്തിലേക്ക് കാർക്കിച്ച് തുപ്പുന്ന് ചോദിച്ചാൽ, കടം കൊടുത്ത ഭാര്യയ്ക്ക് കടം കൊടുത്ത മുസ്ലിം അവിടെ കയറി എന്നുള്ള ആ സംഘർഷത്തിലാണ് എൻ്റെ ഇത്രയും മക്കളെ പെറ്റ നീയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ദേവി വിഗ്രഹത്തിലേക്ക് കാർക്കിച്ച് തുപ്പുന്നത്. അവിടെയും ഒരു മുസ്ലിം അപരനെ നിർമ്മിക്കുകയാണ്. കാലം, നാലുകടി, എല്ലാ കൃതികളിലും മുസ്ലിം അപരനെ നിർമ്മിക്കും. ഇത് ഞാനൊക്കെ വായിച്ചിട്ടുണ്ട്, മുമ്പ് വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ മനസ്സിലാക്കുന്നത് കെ കെ കൊച്ചിൻ്റെ വിമർശനം വായിച്ചപ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ നമുക്കത് സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾ വില്ലന്മാരായിരിക്കുമല്ലോ എന്നറിയുന്നത് പൊതുബോധത്തിനകത്ത് നിന്നുകൊണ്ടാണ് വായിക്കുന്നത്. അതിനകത്തൊരു സംശയം അവിടെ വരുന്നില്ല. ഈ പിന്നീടുണ്ടായ എല്ലാ കൃതികളും, പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം, പോത്തേരി കുഞ്ഞമ്പു എന്ന് പറയുന്ന ഒരു അയ്യങ്കാളിക്ക് മുമ്പ് ദളിതർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവാണ് തീയനായ പോത്തേരി കുഞ്ഞമ്പു. അദ്ദേഹം ദളിതർക്ക് വേണ്ടി മലബാറിൽ സ്കൂൾ സ്ഥാപിച്ച പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയത്തെക്കുറിച്ച് ഇപ്പോൾ എൻ്റെ ഇവിടുത്തെ മഹാരാജ് കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു ഡോക്ടർ ജോർജ് ഇരുമ്പയം. അദ്ദേഹം 4 നോവലുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ ഇന്ദുലേഖ അല്ലാതെ മുമ്പുണ്ടായ ഒരു നോവലും പിന്നെ ഒന്നിനും കൊള്ളില്ലെന്നാണ്. ലക്ഷണം കെട്ട നോവൽ, ലക്ഷണമൊത്ത നോവലാക്കാൻ വേണ്ടി അതിനു മുമ്പ് തീയർ എഴുതിയ, ക്രിസ്ത്യാനികൾ എഴുതിയ മുഴുവൻ നോവൽ ലക്ഷണം കെട്ട നോവൽ, ലക്ഷണമൊത്ത നോവൽ എന്ന് പറഞ്ഞ് ഇന്ദുലേഖ, ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖയെ ലക്ഷണമൊത്ത നോവലാക്കാൻ ഒരു 4-5 നോവൽ ലക്ഷണം കെട്ട നോവലാക്കി വിമർശിച്ച സ്ഥലമാണ് കേരളം. ഞങ്ങൾക്ക് പഠിത്തം കാണുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. ഇതിന് മുമ്പുള്ള നോവലുകൾ അതൊക്കെയാണ്. ഇത് കെ കെ കൊച്ച് പറയുന്നത് ലക്ഷണമൊത്ത നോവലായിട്ടല്ല. അതായത് സരസ്വതി വിജയ എന്ന് പറയുന്ന നോവലിൽ പുലേര് അല്ലെങ്കിൽ അവിടുത്തെ പറയരൊക്കെ വിദ്യ ആർജിക്കേണ്ട കാര്യം പറയുന്നു. വിദ്യ ആർജിക്കാൻ മതം മാറുന്നൊരു പ്രക്രിയ എങ്ങനെ ഇടപെട്ടു എന്ന് പറയുന്നു. അവരെ സവർണ ഉപദ്രവിക്കുമ്പോൾ മുസ്ലിങ്ങൾ എങ്ങനെ സഹായിക്കുന്നു, ഒരു കായിക ബല പിന്തുണയായിട്ട് മുസ്ലിങ്ങൾ എങ്ങനെ സഹായിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് മരത്തൻ പഠിച്ച് യേശുദാസൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ജഡ്ജിയായി വന്ന് നമ്പൂതിരിയെ വിധിക്കുകയും അവസാനം ആ നമ്പൂതിരിയുടെ മകളെ കല്യാണം കഴിക്കുന്നതായിട്ടാണ് ആ നോവൽ അവസാനിക്കുന്നത്. കുമാരനാശാൻ്റെ ദുരവസ്ഥയും ഒരു പക്ഷേ ഇതിൻ്റെ ഒരു പകർപ്പുണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാവും. ഇത് ഇങ്ങനെ സമുദായത്തെ വായിച്ചെടുക്കാൻ, കേരളം മറന്ന സാമൂഹിക പരിഷ്കരണം എന്ന് പറഞ്ഞുകൊണ്ട് സമുദായത്തെ വായിച്ചെടുക്കാൻ കൊച്ചേട്ടൻ നടത്തിയ എഴുത്തിടപെടലുകൾ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മറ്റൊന്ന് ഡീകൺസ്ട്രക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന നോവലിനെ, വെള്ളപ്പൊക്കത്തിൽ ഒരു മൃഗകഥയോ എന്ന് പറഞ്ഞിട്ട് കൊച്ചൻ എഴുതുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ തകഴിയുടെ നോവല്, അതുപോലെ തന്നെ അക്കാലത്ത് നോവലുകളും കൃതികളൊക്കെ വായിച്ചാൽ ദളിതർ ഇപ്പം നീ കർത്താവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്പെടും എന്ന് പറയുന്ന പോലെ ചെങ്കുടി പിടിച്ച് യൂണിയനിൽ ചേർന്നാൽ പിന്നെ ദളിതരുടെ കാര്യം രക്ഷപ്പെട്ടു, നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരവസ്ഥയിലാണ് എല്ലാ കൃതികളും. തോട്ടിയുടെ മകനൊക്കെ നോക്കുക, തോട്ടിയുടെ മകനിൽ ഈ മകനെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു, തൊഴിലാളി വർഗം വിട്ടു എന്നൊരു കുറ്റമായിട്ടാണ് പറയുന്നത്. വിദ്യ അഭ്യസിക്കുക, അവൻ തൊഴിൽ വിടാൻ ആഗ്രഹിച്ചു തന്നെ കുറ്റമായിട്ടാണ് തകഴി പറയുന്നത്. അപ്പോൾ തകഴിയുടെ കൃതികളിലെ രണ്ടിടങ്ങളിൽ അടക്കമുള്ള കൃതികളിലൊക്കെ തന്നെ പാർട്ടിയിൽ ചേർന്ന് യൂണിയനിൽ ചേർന്ന് ചെങ്കൊടി പിടിച്ചത് മൂലം രക്ഷിക്കപ്പെട്ട ഈ ദളിതർ പിന്നെ എങ്ങനെയാണ് ദളിതരെ ഒരു അരക്ഷിത മനുഷ്യരായിട്ട് എങ്ങനെ അവതരിപ്പിക്കും എന്ന പ്രശ്നം തകഴി നേരിടുകയും ചേന്നൻ പറയനെ രക്ഷിക്കപ്പെട്ട ഒരാളായിട്ട് വെള്ളപ്പൊക്കത്തിൽ നിന്ന് കൂടെ കൊണ്ടുപോവുകയും പട്ടി മാത്രം ഈ വെള്ളപ്പൊക്കത്തിൽ മേൽക്കൂരയിൽപ്പെട്ട് അവസാനം വരെ ജന്മിയുടെ വാഴക്കുലയും ജന്മിയുടെ കൃഷിയിടങ്ങളും കാത്തു നിന്ന് ഒടുവിൽ ഒരു മുതല കടിച്ച് ചത്തുപോകുന്ന ഈ പട്ടി 3 പേരാണ്. ഒന്ന് ജന്മി, ഒന്ന് ചേന്നമ്പറയൻ, 3 പട്ടി. ഇങ്ങനെ ഈ 3 പേരിൽ ഈ 2 പേരെ മാറ്റി നിർത്തുമ്പോൾ
ഈ മരിച്ചുപോയ പട്ടിയാണ് യഥാർത്ഥത്തിൽ ദളിതരുടെ കുട്ടനാട്ടിലെ പ്രതിനിധാനം എന്ന് കൊച്ചേട്ടൻ എഴുതുന്നുണ്ട്. ഇത് ആർക്കൊക്കെ മനസ്സിലായെന്നറിയാം. അത് ഈ വിഷയം എന്തുകൊണ്ട് ഇങ്ങനെ കൊച്ചേട്ടൻ എഴുതുമ്പോൾ ഇത് അങ്ങനെയൊന്നും കൊച്ചേട്ടൻ എഴുതുന്നത് അതിവായന എന്നൊക്കെ പറയും. പക്ഷേ ഇതെന്തുകൊണ്ടാണെന്ന് ആർക്കും മനസ്സിലായില്ല. തകഴിക്ക് എന്തുകൊണ്ടല്ലെങ്കിൽ ചേന്നം പറയാനെ ഇരയാക്കിക്കൊണ്ട് എഴുതിക്കൂടായിരുന്നു വെച്ചാൽ ചേന്നം പറയാൻ കൊടി പിടിച്ചു കഴിഞ്ഞു, പിന്നെ ഇരയാക്കാൻ പറ്റില്ല എന്നുള്ളത്. സത്യത്തിൽ അവിടെ ഇരയായി എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലായ കാര്യമാണ്. ഇതെല്ലാം കൊച്ചേട്ടൻ വളരെ സൂക്ഷ്മമായിട്ട് എഴുതുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്ദുലേഖയിൽ തന്നെ നമ്മളിപ്പോഴും സാഹിത്യ വിദ്യാർത്ഥികൾ അന്വേഷിക്കുന്നത് ശപിക്കപ്പെട്ട 18-ാം അധ്യായം എന്നൊരു സാധനമാണ്. വേറെ ഒന്നുമില്ല. ഇന്ദുലേഖയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് പ്രേമം പറയുന്നു, അല്ലെങ്കിൽ പ്രകൃതി പറയുന്നു, കുടുംബം പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു അധ്യായം മുഴുവൻ കുറച്ച് ആൾക്കാർ കൂടി വർത്താനം പറയുന്നതാണ്. താച്ചുണ്ണിമേനോ ശങ്കുണ്ണിമേനോ ഇന്ദുലും മാധവനും കൂടി വർത്താനം പറയുക. അയ്യോ, അത് വെറുതെ വർത്തമാനമാണ്, വെറും വർത്തമാനമാണ്. ആർക്കും മനസ്സിലാവുന്നില്ല എന്താണ് വർത്തമാനം. അംബേദ്കർ എന്ന് പറയുന്ന ഒരാള് ദേശീയ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇവിടുത്തെ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടുത്തെ ജാതി പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഈ ദേശരാഷ്ട്രത്തിൻ്റെ സമരം നടക്കുമ്പോൾ ഈ പറയുന്ന അന്തഃഛിദ്രങ്ങൾ പ്രശ്നമുണ്ടാക്കുകയില്ലേ എന്ന സവർണന്റെ ചോദ്യം, അവർണരെതിരെ വരുന്ന ഈ ജാതി വേണ്ട എന്നൊക്കെ പറഞ്ഞ എന്ത് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ജാതി വേണ്ട എന്നൊക്കെ ഒരു കൂട്ടർ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, ജാതി പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു സങ്കടപ്പെടുന്ന സവർണ പുരുഷന്റെ ശ്രീനാരായണ പ്രസ്ഥാനത്തിന് നേരെയും അംബേദ്കർ പ്രസ്ഥാനത്തിന് നേരെയും അന്ന് ഉയർന്നു വന്ന ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് നേരെയുള്ള ചീത്തവിളിയാണ് ഈ അധ്യായം. എനിക്കിത് അന്ന് വായിച്ചപ്പോൾ ഞാനും ഇത് തള്ളിക്കളഞ്ഞാണ്. ഇത് കൊച്ചേട്ടൻ വായിച്ചിട്ട് ഇത് വിശദമായി എഴുതുന്നുണ്ട്. പക്ഷെ മലയാളത്തിലെ ഏതെങ്കിലും സർവകലാശാല അധ്യാപകർക്ക് ഇത് മനസ്സിലായിട്ടുള്ളത് എൻ്റെ വിചാരം. ഇതുവരെ ആരും പറഞ്ഞ എഴുതിയതൊന്നും കണ്ടിട്ടില്ല. പലവട്ടം വായിച്ചിട്ടുണ്ട്, ഞാനത് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ സൂക്ഷ്മമായി വായിച്ചു നോക്കിയാൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗം നിൽക്കുമ്പോൾ ഒരിക്കലും പിടിതരാത്ത വേറൊരു ലോകം കൂടി, എഴുത്തിൻ്റെ സാഹിത്യത്തിൻ്റെയും ഒരു ലോകം കൂടി. വെറും സാഹിത്യം മാത്രമല്ല, ദളിതർ സാഹിത്യം എഴുതുമ്പോൾ എല്ലാവരും വായിച്ചോളൊന്നും ഒരു നിർബന്ധമില്ല. സാഹിത്യം എന്ന് പറയുന്നത് സർഗാത്മകമായിരിക്കണം, സാഹിത്യം സൗന്ദര്യമുള്ളതായിരിക്കണം എന്ന് കൊച്ചേട്ടൻ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഇപ്പോൾ ഈ ഇന്നത്തെ മാധ്യമം ഇപ്പോൾ സുധേഷേട്ടൻ തന്നപ്പോൾ അതിനകത്ത് കൊച്ചേട്ടൻ്റെ ആദ്യകാലത്ത് കൊച്ചേട്ടൻ എഴുതുന്ന ആ നാടകം, കൊച്ചേട്ടൻ എഴുതിയ കവിത, കൊച്ചേട്ടൻ മറ്റേ പൈസ ഇല്ലാത്ത സമയത്ത് മാതൃഭൂമി പോയിട്ട് ചെറുകഥ എഴുതി കൊടുത്തിട്ട് വണ്ടിക്കാശ് മേടിച്ച് പോകുന്നതിനെ കുറിച്ച് കൊച്ചേട്ടൻ പറയും. അപ്പോൾ അതായത് കൊച്ചേട്ടൻ നിങ്ങൾ കാണുന്ന വിമർശനമൊന്നും ആയിരുന്നില്ല, സാഹിത്യം എഴുതുന്ന ഒരാളായിരുന്നു. നാടകവും ചെറുകഥ ഇതൊക്കെ എഴുതാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ കൊച്ചേട്ടൻ്റെ അന്ന് ഇതൊക്കെ എഴുതി വിടുമ്പോൾ ആരും വായിക്കില്ലായിരുന്നു. അപ്പോൾ വായിക്കാത്തത് കൃതിയുടെ കുഴപ്പമല്ല, പ്രത്യയശാസ്ത്രത്തിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ഭാവുകത്വത്തിൻ്റെ കുഴപ്പമാണെന്ന് കൊച്ചേട്ടൻ മനസ്സിലായിട്ട് കൊച്ചേട്ടൻ സാഹിത്യം എഴുത്ത് നിർത്തി സാഹിത്യ വിമർശനമായ കാര്യമാണ്. എന്നോട് കൊച്ചേട്ടൻ പറഞ്ഞു, നീ ഞാനും കവിതയൊക്കെ എഴുതിയ ആളാണ്, എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാം, കവിത ചെറുതൊക്കെ എഴുതിയ ആളാണ്. സാഹിത്യം എഴുതിയിട്ട് കാര്യമില്ല, വിമർശനം എഴുതണമെന്ന് എന്നോട് കൊച്ചേട്ടനും കെ കെ ബാബുരെ നിർബന്ധിക്കാറുണ്ട്. അത് നിലവിലുള്ള ഈ ഒരു ഭാവുകത്വത്തെ പൊളിക്കാതെ നമ്മൾ ഇതിനെ എഴുതിയിട്ട് യാതൊരു കാര്യമില്ല. ഒരു സിനിമയാണെങ്കിലും സാഹിത്യമാണെങ്കിലും അങ്ങനെ ആ ഒരു ഭാവുകത്വത്തെ പൊളിക്കാൻ ഒരു പക്ഷേ ഈ വായനയെക്കുറിച്ച് ഞങ്ങൾ പലപ്പോഴും കളിയാക്കുമ്പോൾ കൊച്ചേട്ടൻ ഏത് വീട്ടിൽ ചെന്നാലും എല്ലാവരും ഒന്ന് പരിധി കിടക്കണം. നമ്മൾ സാറിന് നോക്കുന്നത് അവിടെ വല്ല ചായയോ തിന്നാനൊന്നും, പക്ഷേ കൊച്ചേട്ടൻ ഏത് വീട്ടിൽ കയറിയാലും ഒന്നും ഇങ്ങനെ പരിധി കിടക്കും. അപ്പോൾ ഏതെങ്കിലും പുസ്തകം എടുത്തൊന്ന് മറിച്ചു ഒരു പേജ് വായിച്ചിട്ട് പോകണം. അപ്പോൾ ശശികുമാറിന് എൻ്റെ സുഹൃത്ത് പറയുന്നുണ്ട്, ഒരു വീട്ടിൽ കയറിയപ്പോൾ ഒരു പുസ്തകമില്ല, ആകെയുള്ള റേഷൻ കാർഡാണ്. റേഷൻ കാർഡ് എടുത്ത് അരി മണ്ണെണ്ണ മേടിച്ചിട്ടില്ല എന്ന് വായിച്ചിട്ട് അങ്ങ് കൊച്ചേട്ടൻ പോയി. ഞങ്ങളങ്ങനെ അത്രയ്ക്കും ഒരു അങ്ങനെ ഞാൻ സമയം ഒരുപാട് അതിക്രമിച്ചു. അങ്ങനെ പറഞ്ഞു പോകണം ഒരുപാട് കാര്യമുണ്ട്. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. കൊച്ചേട്ടൻ MCR ഹോസ്റ്റലിലും പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലും വന്ന് താമസിക്കുന്ന കാലം വലിയ ദാരിദ്ര്യമാണ്. ഞങ്ങളും ദരിദ്രരാണ്. ആകെ മെസ്സിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ഭക്ഷണം ശരിയെന്നൊക്കെ അറിയാം. മെസ്സിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന ഭക്ഷണം കഴിക്കുന്നു. പിന്നെ ആകെ ചെയ്യുന്നത് ബീഡി വലിക്കുക എന്ന് പറയും. വർത്താനം പ്രത്യയശാസ്ത്രം പറയുന്നു, ബീഡി വലിക്കുന്നു. മാർക്സിസം ലെനിനിസം അങ്ങനെയൊക്കെ പറയുന്നു. നമുക്ക് പലതും മനസ്സിലാവും. പകുതി ഉറക്കത്തിൽ നമ്മളിങ്ങനെ കേൾക്കുന്നു. അംബേദ്കറെ കുറിച്ച് പറയുന്നു, അയ്യങ്കാളിയെ കുറിച്ച് പറയുന്നു, ഇങ്ങനെ ബീഡി വലിക്കുന്നു. പക്ഷേ മറ്റേ ജാഗ എന്ന നോവലിലെ രാവിലെ MCR ഹോസ്റ്റൽ 64 നമ്പർ മുറിയിൽ നിന്ന് കൊച്ചേട്ടൻ എഴുന്നേറ്റ് പോകുമ്പോൾ കൊച്ചേട്ടൻ്റെ ഒരു ചിത്രം ബീഡിയുടെ കുറ്റികളാൽ ഇങ്ങനെ കൊച്ചേട്ടൻ എഴുന്നേൽക്കുമ്പോൾ അവിടെ ഒരു ബീഡിക്കുറ്റി, ബാക്കി എല്ലാ സ്ഥലത്തും ബീഡിക്കുറ്റിയാണ്. കൊച്ചേട്ടൻ എഴുന്നേൽക്കുമ്പോൾ മാത്രം കൊച്ചേട്ടൻ്റെ രൂപം മാത്രം ബീഡിക്കുറ്റി ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്ന ചിത്രങ്ങൾ ആ നോവലിൽ അത് പറയുന്നുണ്ട്. ഞാനത് മനോജനോട് പറഞ്ഞതാണ്, പക്ഷെ മനോജ് ആ നോവലത് ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ചിന്തിച്ച് പലവട്ടം ബീഡി വലിച്ചിട്ട് ഒരു പക്ഷേ ഡോക്ടർ പറഞ്ഞു ഈ ശ്വാസകോശാർബുദം വന്നത്
ഈ വീടി വലിയ അധികമായിരുന്ന ഒരു കാലത്തിൻ്റെ ഒരു പ്രശ്നമാണെന്ന് പറയാം. പക്ഷെ ഒരുപക്ഷെ ഈ ചിന്തയുടെ ഒരു ആഹാരം ഈ വീടി ആയിരുന്നു എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. അത് അന്നത്തെ ഒരു ദരിദ്രകാലം, അതിൻ്റെ ഒരു ഒരിക്കലും കൊച്ചേട്ടനൊരു സമ്പന്നാവസ്ഥയിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പോൾ പോലും എറണാകുളത്ത് വന്നാൽ തിരിച്ചു പോകാൻ വണ്ടിക്കാശ് നമ്മളാരിലും അല്ലെങ്കിൽ ആരെങ്കിലും അത് കൊച്ചേട്ടനെ അറിയാം. കൊച്ചേട്ടൻ ഒരു പൈസയിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കൊച്ചേട്ടനെ അറിയാം തിരിച്ചു വരാനുള്ള പൈസ വരുന്നൊരു സ്നേഹിക്കുന്നൊരു സമൂഹം പുറത്തുണ്ടെന്ന് കൊച്ചേട്ടനെ അറിയാം. അപ്പം അത്രയും സംഘർഷത്തിലൂടെ എനിക്ക് തോന്നുന്നു പി കെ പ്രകാശൻ എഴുതിയത് ചിറകുകൾക്ക് തീ കൊടുത്ത് കടലുകൾക്ക് കുറുകെ പറന്ന പക്ഷി എന്നാണ് പി കെ പ്രകാശൻ അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയിൽ എഴുതുന്നത്. അതുപോലെ എം പി മനോജും അദ്ദേഹത്തിൻ്റെ ജാഗ എന്ന നോവലിൽ എന്താണ് എങ്ങോട്ട് പോകുമെന്ന് അന്തം വിട്ടു നിൽക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് മിന്നാമിനിയുടെ പോലെ പ്രകാശവുമായി വരുന്ന വ്യക്തി എന്ന് എം പി മനോജ് എഴുതുന്നുണ്ട്. ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ സർഗാത്മക തലത്തിൽ നോക്കിയാൽ, രാഷ്ട്രീയ തലത്തിൽ നോക്കിയാൽ കേരളത്തെ നവീകരിച്ച, ഇപ്പോൾ നമ്മളിതൊക്കെ പറയുന്നു, ഇപ്പോൾ മാതൃഭൂമി 3 പോയപ്പോൾ എത്ര ജന്മഭൂമി 130 പോയി. അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അപ്പോഴും വൈജ്ഞാനിക മേഖലയിൽ സാധാരണ മനുഷ്യരുടെ ലോകം നിങ്ങൾ ഈ പറയുന്ന ആ ലോകം, പക്ഷെ വൈജ്ഞാനിക ലോകം വേറൊരു തലമാണ്. വൈജ്ഞാനിക ലോകം വേറൊരു തലമാണ്. അക്കാഡമീഷ്യന്മാരിലാണെങ്കിലും എഴുത്തിലാണെങ്കിലും ചിന്തകളിലും വേറൊരു തലമുണ്ട്. നമ്മളിതൊക്കെ പറയുമ്പോഴും പ്രതീക്ഷ അറ്റുപോകാത്ത ജനാധിപത്യത്തിൻ്റെ സാധ്യതകൾ ഇന്ത്യയിലും കേരളത്തിലും ഇപ്പോഴും ഉണ്ട്, യാതൊരു സംശയവും വേണ്ട. ചില സമയത്ത് അക്കാര്യത്തിൽ ജാതിയെ പോസിറ്റീവായിട്ട് കൂടി കാണേണ്ടതുണ്ട്. ജാതി നെഗറ്റീവ് മാത്രമല്ല, ഇന്ത്യയെ ഫാസിസ്റ്റ് വൽക്കരിക്കാതിരിക്കാൻ വേണ്ടി ജാതിയെ പോസിറ്റീവായിട്ട് കവി എസ് ജോസഫ് എന്നോട് ഇത് പറഞ്ഞത്. ഹിന്ദുക്കൾ അങ്ങനെ ഒന്നും ഒരിക്കലും ഒന്നിച്ചാവാൻ പോടില്ല, ഫാസിസ്റ്റ് നടക്കില്ല. സവർണ ഒരു ഭാഗത്ത് അധികാരം സ്ഥാപിക്കുമ്പോൾ ഇവിടെ ചോദ്യം ചെയ്യും. അത് ഫാസിസ്റ്റ് വിരുദ്ധ ശക്തിയായി ഈ ഒരു സാധനം നിൽക്കും. അല്ല, ഇപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും സംഘടനയുടെ സംസ്ഥാന നേതൃത്വങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ അസ്വസ്ഥ രൂപപ്പെടുന്ന ജാതിയുടെ ഒരു പോസിറ്റീവ് സൈഡ് അതിനകത്ത് ഉണ്ടത്. അപ്പം ഞാനത് പോസിറ്റീവ് ആണെന്നല്ല പറയുന്നത്. ജാതി ഒരു ആ അർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്ന ഒരു ജനാധിപത്യത്തിന് വേണ്ടി ചോദ്യം ചെയ്യൽ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രതീക്ഷകളൊന്നും അങ്ങ് അസ്തമിച്ചു പോയിട്ടൊന്നുമില്ല. തീർച്ചയായും അംബേദ്കറെ കുറിച്ച് രമേശ് ചെന്നിത്തല പോയി ദളിത് നടത്തണം. ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞു ദളിത് നടക്കാറായി എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. എല്ലാ പ്രസ്ഥാനക്കാരും അംബേദ്കറെ വലിയൊരു ഐക്കണായിട്ട് ഉയർത്തിക്കൊണ്ടുവരുത്തും. അല്ലെങ്കിൽ ബഹുസ്വരതയെ സംബന്ധിച്ച്, സാഹോദര്യത്തെ സംബന്ധിച്ച് എല്ലാ കാലത്തേക്കും അപ്പുറത്തേക്കൊരു വലിയ സമൂഹം ഉണ്ടായി കഴിഞ്ഞു. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. സാഹോദര്യം സംബന്ധിച്ച ചർച്ചകളിൽ എനിക്ക് പലപ്പോഴും ഈ ദളിത് ചിന്തകൾ ഈ സവർണരെ അങ്ങ് പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു പരിപാടിയേ അല്ല. എല്ലാ മനുഷ്യർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റണം. ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീ അധികാരമല്ല എന്ന് പറയുന്ന പോലെ സ്ത്രീക്കും പുരുഷനും തുല്യ അധികാരം വേണം എന്ന പോലെ സവർണർക്കും ദളിതർക്കും പിന്നാക്കക്കാർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ ക്രമത്തെക്കുറിച്ചാണ് അംബേദ്കർ പറയുന്നത്, ദളിത് ചിന്തകൾ പറയുന്നത്. അപ്പം അത്തരം ചിന്തകൾ പ്രബലമാണെന്നതിന് തെളിവാണ് കെ കൊച്ചേട്ടന് കിട്ടിയ ആദരം. അതുകൊണ്ട് കൊച്ചേട്ടൻ നമ്മളെ അങ്ങനെ പിരിഞ്ഞു പോകല്ല, പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കൊച്ചേട്ടൻ പ്രവേശിക്കുകയാണ്. ആ അർത്ഥത്തിൽ ഇന്ന് ഈ നടക്കുന്ന പരിപാടി പോലും ആ ഒരു പ്രവേശനമാണ്. ഇത് സംഘടിപ്പിച്ച സുഹൃത്തുക്കൾ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.